കേരളത്തിലെ ഒരു സ്ഥലത്ത് വിദേശികൾ വന്നിട്ട് ATM നിന്ന് പണം മോഷിച്ചു. ഇത് പൈസ വിഡ്രോ ചെയ്തത് ബോംബെ നിന്നാണ്. എന്നിട്ട് ATM കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ബോംബെ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. പൈസ വിഡ്രോ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് അവിടെ പോയിട്ട് അവർ അറസ്റ്റ് ചെയ്തു. ATM തട്ടിപ്പ് കേസിൽ മുംബൈയിൽ അറസ്റ്റിലായ റുമേനിയൻ പൗരൻ ഗബ്രിയേൽ മരിയനെ തലസ്ഥാനത്ത് എത്തിച്ചു. വളരെ പേടിപ്പിക്കുന്നതാണ് കേട്ടോ സാർ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ. ക്രിമിനൽസിനെ സംബന്ധിച്ച് ഈ ഗാങ് റൈവലറി വരുമ്പോൾ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന സംഭവങ്ങളുണ്ട്. ഒരു ജില്ലയിൽ കേസ് നടത്താൻ പോകുമ്പോൾ അതിൽ ഞാൻ 2ാമത്തെ 3ാമത്തെ വക്കീലായിരുന്നു. ഞാൻ ചെന്നതിന് ശേഷം ഞാൻ അപ്പിയർ ചെയ്യുന്ന പാർട്ടിക്ക് ഒരു 7-8 പ്രതികളുണ്ടായിരുന്നു. അതിനുശേഷം കേസ് മാറ്റി വെച്ചു. അടുത്ത തവണ ചെല്ലുമ്പോൾ അതിൽ ഒരാളുടെ എണ്ണം കുറഞ്ഞു. പിന്നെ ചെല്ലുമ്പോൾ 2ാമത്തെ ഒരാളെ കൂടി അവർ കൊന്നു. സാക്ഷികൾ എത്രത്തോളം സുരക്ഷിതരാണ് നമ്മുടെ നാട്ടിൽ? നമ്മളുടെ നാട്ടിൽ ലോ ആൻഡ് ഓർഡറിന് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോലെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. വല്ല ഉത്സവ പെരുന്നാളൊക്കെ വരുമ്പോഴല്ലാണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ പോലീസുകാരെ റോഡിലിറങ്ങി നിൽക്കുന്നതൊന്നും കാണാറില്ല. ഒരു കുറ്റവും ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനൊരു പോലീസ് കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ രക്ഷപ്പെടും? ധാരാളം കേസുകളിൽ പോലീസുകാർ പവേഴ്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെർ ഡേ അപ്പിയറൻസ് 15 lakhs, ഒരു പെർ അപ്പിയറൻസ് 15 lakhs എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഒരു കേസല്ലല്ലോ, 5-10 കേസുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ഇൻകം എന്ന് വെച്ചാൽ മേ ബി ഒരു ദിവസം തന്നെ ഒരു നല്ല ദിവസമാണെങ്കിൽ ചിലപ്പോൾ 1 കോടിയൊക്കെ ആയിരിക്കും അവരുടെ ഇൻകം. ഡയറക്റ്റ് എലിവേറ്റ് ചെയ്ത ജഡ്ജിന്റെ അദ്ദേഹത്തിന് ഡിക്ലെയർഡ് അസറ്റ് തന്നെ 300 കോടി അങ്ങനെ തന്നെയാണ്. ഒരു ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് എന്തെങ്കിലും ലൈഫ് ത്രെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഓരോ ജഡ്ജ്മെന്റും തന്നെ ആ ജഡ്ജിന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തി ചിലപ്പോൾ ഒരു പ്രതിയായി മാറാം. തെറ്റ് ചെയ്തൊരു പ്രതിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. വക്കീലാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രിവിലേജ് കിട്ടും? മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന കേസുകളിലെ വയലൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടലാണ്. ഇന്ത്യ ശരിക്കും ജീവിക്കാൻ സേഫ് ആയിട്ടൊരു രാജ്യമാണോ? വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട്, സാക്ഷികൾ എത്രത്തോളം സുരക്ഷിതരാണ് നമ്മുടെ നാട്ടിൽ? ഇപ്പം ഒരു സാക്ഷി വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊരു വ്യക്തിക്കെതിരെ സാക്ഷി പറയാൻ റെഡി ആയി കഴിഞ്ഞാൽ ആ പുള്ളിയുടെ ജീവന് അപായം സംഭവിക്കാമോ? നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഭീഷണിപ്പെടുത്തി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ നിയമങ്ങളും വന്നിട്ടുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്രിമിനൽ കേസ് എടുക്കാം. വളരെ അപൂർവമായിട്ട് മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ നിയമം പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. അതിന് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് കള്ളസാക്ഷി പറയാൻ പ്രേരിപ്പിച്ചാൽ ആണ് കേസെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പലപ്പോഴും സാക്ഷികൾ കാണാത്ത കാര്യമായിരിക്കും പോലീസുകാർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സാക്ഷിയോട് ഇല്ലാത്ത കാര്യം പറയരുത് എന്ന് പറയുന്ന കള്ളസാക്ഷി പറയാൻ പ്രേരിപ്പിക്കലല്ല. പോലീസ് എഴുതി വെച്ച കള്ളക്കേസ് സപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ കേസെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അല്ലെങ്കിൽ ഒരാളോട് കോടതിയിൽ കോടതിയിലൊന്നും മൊഴി പറയരുത് എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല. കള്ളസാക്ഷി പറയാൻ പ്രേരിപ്പിക്കുന്നതിനാണ് കേസ്. അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിനാണ് കേസ്. ഒരാൾ കോടതിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് പൊതുവെ അങ്ങനെ വളരെ റയറസ്റ്റ് ആയിട്ട് മാത്രമേ അങ്ങനെ കാണാറുള്ളൂ. നമുക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമുണ്ട്. ആ സ്കീം അനുസരിച്ചിട്ട് ഏതെങ്കിലും വിറ്റ്നസ്സിന് ഏതെങ്കിലും കേസിൽ ഭീഷണി ഉണ്ടെങ്കിൽ അത് ജില്ലാ ജഡ്ജിയും ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ പ്രോസിക്യൂട്ടറും അടങ്ങിയ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ട് അവർ ഇൻ്റർവ്യൂ പോലെ നടത്തും. ആ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അത് വേണ്ടി വന്നാലും ജീവിതകാലം മുഴുവൻ കൊടുക്കും. പ്രൊട്ടക്ഷൻ ഇൻ ദ സെൻസ് പോലീസ് സപ്പോർട്ട് കൊടുക്കുമോ? പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ? പോലീസ് കൊടുക്കും. പോലീസ് സപ്പോർട്ട് കൊടുക്കും. പോലീസിൻ്റെ പ്രസൻസിൽ പോലീസ് ആണെങ്കിൽ അവരുടെ ത്രൂ ഔട്ട് അവരുടെ ലൈഫ് ആണെങ്കിൽ പ്രസൻ്റ് ആയിരിക്കും അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതിനെ പറ്റിയുള്ളൊരു എനിക്കത് ശരിയാണെന്നറിയില്ല. ഞാൻ ഈ അടുത്ത് വേറൊരു ഇൻ്റർവ്യൂ കണ്ടതാണ്. ഇങ്ങനെ പ്രൊട്ടക്ഷൻ ആക്ട് കൊടുക്കുമ്പോൾ ആ വിറ്റ്നസ്സിന് കൊടുക്കുന്ന പോലീസ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലാത്ത ഒരു പോലീസിനെ ആയിരിക്കും സപ്പോർട്ടിന് കൊടുക്കുന്നതാണ് ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ആൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല പോലീസുകാരെ. അവർ നേരിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. ചില പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്, എനിക്കൊരു വീട്ടിൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് മാറിയാണ് വരുന്നത്. അവരുടെ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് മാറി വന്നുകൊണ്ടിരിക്കും. അത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ആരോഗ്യമുള്ള ഒരു പോലീസുകാരും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ മാർഗ്ഗമില്ല. പോലീസ് സ്റ്റേഷനിലെ മിനിമം ആരോഗ്യമുള്ളവരാണല്ലോ പോലീസുകാരായിട്ട് നിർത്തുന്നത്.
അതാ ഇപ്പം 2025 ഒരിക്കലും അങ്ങനെ ആരോഗ്യമില്ലാത്ത പോലീസുകാരുണ്ടാവില്ലല്ലോ. പക്ഷെ ഇത് ഞാൻ ഈ കണ്ട ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് പോഡ്കാസ്റ്റുകളായിട്ടുള്ള രാജശമാനയുടെ പോഡ്കാസ്റ്റിൽ വളരെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റുമായിട്ടുള്ള പോഡ്കാസ്റ്റിൽ അവർ തമ്മിൽ സംസാരിച്ചൊരു കാര്യമാണ്. 100% തെറ്റാണ്. എനിക്കറിയാം, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഉള്ള വിറ്റ്നസിന് എനിക്കറിയാം. അവർക്ക് 24 മണിക്കൂറും പ്രൊട്ടക്ഷൻ ഉണ്ട്, CCTV ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവിടെ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ വിറ്റ്നസിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈവൻ ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ പോലും രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം, ഫോൺ നമ്പർ എഴുതി വെക്കണം, മിനിമം 2 പോലീസുകാർ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ അവർക്ക് എന്തെങ്കിലും വെറുതെ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിലെ സിറ്റുവേഷൻ ആയിരിക്കും പറഞ്ഞത്. കേരളത്തിൽ അങ്ങനെയല്ല, കേരളത്തിൽ വളരെ എഫക്റ്റീവാണ്. ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആരായിരിക്കും? ഒരു വിക്ടിം ആയിരിക്കുമോ, ക്രിമിനൽ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരു സാക്ഷി ആയിരിക്കുമോ, ഒരു ജഡ്ജി ആയിരിക്കുമോ? ജഡ്ജിമാർക്കെതിരെയൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഒരു മൂവ്മെന്റ്, ഒരിക്കലും ഒരു ത്രട്ടോ അങ്ങനെ വല്ല ഭീഷണിക്കത്ത് അല്ലെങ്കിൽ ഊമക്കത്തൊക്കെ വരെ ഉണ്ടാവും. ഒരിക്കലും ഒരു ആക്ച്വൽ ഇൻസിഡന്റ് നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ക്രിമിനൽസിനെ സംബന്ധിച്ച് ഈ ഗാങ് റൈവലറി വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന സംഭവങ്ങളുണ്ട്. ഒരു ജില്ലയിൽ കേസ് നടത്താൻ പോകുമ്പോൾ അതിൽ ഞാൻ 2ാമത്തെ 3ാമത്തെ വക്കീലായിരുന്നു. ഞാൻ ചെന്നതിന് ശേഷം ഞാൻ അപ്പിയർ ചെയ്യുന്ന പാർട്ടിക്ക് ഒരു 7-8 പ്രതികളുണ്ടായിരുന്നു. അതിനുശേഷം കേസ് മാറ്റി വെച്ചു. അടുത്ത തവണ ചെല്ലുമ്പോൾ അതിലൊരാളുടെ എണ്ണം കുറഞ്ഞു. പിന്നെ ചെല്ലുമ്പോൾ 2ാമത് ഒരാളെയും കൂടി അവർ കൊന്നു. അപ്പം ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഗ്യാങ് റൈവലറി ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊന്നു. അതിനുശേഷം പിന്നെ അവർ തമ്മിൽ സെറ്റിൽ ചെയ്തു, കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു. അപ്പം അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമേ കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പൊളിറ്റിക്കൽ കേസുകളിൽ പക്ഷെ ഇപ്പോൾ അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന പരിപാടി ഇപ്പോൾ കേരളത്തിലില്ല. വളരെ വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ. കോടതികൾ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടെടുത്തു. പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തു നിന്നുള്ള മർഡർ കേസുകളിൽ തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശിക്ഷിക്കാന്നുള്ള പോളിസി അങ്ങ് എടുത്തു. ആൾക്കാരെ മാറ്റി വേറെ പ്രതികളെ കൊടുക്കുക, അതൊക്കെയായിരുന്നു സ്ഥിരം പൊളിറ്റിക്കൽ മേഡേഴ്സിൽ ചേരുന്നത്. അത് കോടതികൾ ഈവൻ അറിഞ്ഞുകൊണ്ട് തന്നെ പല കേസുകളിലും ഇവരൊന്നും ആയിരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശിക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കേസുകൾ കുറഞ്ഞു. പൊളിറ്റിക്കൽ അങ്ങനെ വാടകക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ആളെ മാറ്റിയിട്ട് വേറെ ആളുടെ പേര് സപ്ലൈ ചെയ്യുന്ന പരിപാടിയെല്ലാം വളരെ 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 കുറഞ്ഞു. അത് ആ കാര്യത്തിൽ കോടതി വളരെ പ്രൊആക്റ്റീവായിട്ട്, ജില്ലാ കോടതികളും ഹൈക്കോടതി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് കേരളത്തിലുണ്ടായിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? രക്ഷപ്പെടാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കേസ് കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വക്കീലിനെ വെക്കാൻ പറ്റും. കൂടുതൽ പൈസ കൊടുത്ത് വെക്കുന്ന എല്ലാവരും വലിയ നല്ല വക്കീലന്മാരാകണമെന്നില്ല. പക്ഷെ നല്ല വക്കീലന്മാർ കൂടുതൽ പൈസ മേടിക്കാൻ സംശയമില്ല. അപ്പോൾ ഒരു നല്ലൊരു വക്കീലിനെ അഫോർഡ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റും ആൾക്ക്, അതിൽ സംശയമില്ല. പിന്നെ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജിൽ പോലീസ് ഓഫീസേഴ്സ്, ഇപ്പോൾ കറക്റ്റായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ അവരെ ബ്രൈബ് ചെയ്യാനൊക്കെ ആയിട്ട് എന്തായാലും അവർക്ക് പറ്റുമല്ലോ, അതിൽ സംശയമൊന്നുമില്ല. ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിക്ടിം, 2 കേസുകളും പറയണം. ഒരു കുറ്റം ചെയ്ത വ്യക്തി ആദ്യം പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലാണോ അതോ അഡ്വക്കേറ്റിൻ്റെ അടുത്താണോ? അതുപോലെ ഒരു വിക്ടിം ആദ്യം പോകേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിലാണോ അഡ്വക്കേറ്റിൻ്റെ അടുത്താണോ? അതായത് പ്രതികളൊരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല, അവിടെ പോയിട്ട് കേസ് പറയില്ല. അത് വക്കീലിനടുത്ത് പോകില്ല, അതിൽ സംശയമില്ല. വിക്ടിംസ് സംബന്ധിച്ച് ചില കേസുകളിൽ ആദ്യം വക്കീലിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ പലപ്പോഴും കേസുകളിൽ തോറ്റു പോകുന്നത് ഇനീഷ്യലായിട്ടുള്ള FIR കൊടുക്കുന്ന സമയത്താണ്. FIR കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കൊടുക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പോക്സോ കേസുകളാണ്. പോക്സോ കേസുകളിലാണ് അല്ലെങ്കിൽ റേപ്പ് കേസുകളിലാണ് ഈ തരത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പോലീസുകാർ തന്നെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ വിക്ടിംസ് ആയിട്ട് വരുന്ന കേസുകളിൽ അവരാദ്യം പറയുന്ന കാര്യങ്ങൾ ശരിയാകണം നിർബന്ധമില്ല. അവർ ആദ്യം പറയുമ്പോൾ പലപ്പോഴും മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒരു വക്കീലിന് ഹെൽപ്പ് വേണമെന്നില്ല. ഈവൻ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് ഉണ്ട്, അവരിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ആ കുട്ടികളെ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുത്ത് കൗൺസിലേഴ്സിൻ്റെ ഹെൽപ്പ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഒരു ലോയറിൻ്റെ ഹെൽപ്പ് എപ്പോഴും വിക്ടിം നേടുന്നത് നല്ലതാണ്. അല്ലാത്ത കേസുകളിൽ എവിടെ പോയാലും കുഴപ്പമില്ല. പിന്നെ നമ്മളെ പോലീസൊക്കെ പിന്നെ കുറേ കൂടി
മെച്ചപ്പെട്ടിട്ടുണ്ട്, വളരെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറെ കൂടി ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ, പഴയ പോലെ അല്ല. പിന്നെ വെച്ചാൽ നമ്മളുടെ നാട്ടിലാണ് ഏറ്റവും ഈ വിദ്യാഭ്യാസം കൂടുമ്പോൾ എപ്പോഴും നമ്പർ ഓഫ് കേസസ് കൂടിക്കൊണ്ടിരിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് വരെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ക്രൈംസ് വരുമ്പോൾ എല്ലാ തർക്കങ്ങളും പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ തുടങ്ങിയത്. പോലീസ് കൂടുതൽ ഫ്രണ്ട്ലി ആയുള്ള കുഴപ്പം അതാണ്. കൂടുതൽ ഫ്രണ്ട്ലി, കൂടുതൽ അപ്രോച്ചബിൾ ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടും. നമ്പർ ഓഫ് കേസസ് കൂടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്പർ ഓഫ് പോലീസ് ഓഫീസേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന് കൈകാര്യം ചെയ്യാവുന്നതിനും കൂടുതൽ കേസുകൾ വരും. അങ്ങനെ വരുമ്പോഴും ക്വാളിറ്റി ഓഫ് വർക്ക്, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ക്വാളിറ്റി എല്ലാം ബാധിക്കും. ഇപ്പോഴും നമ്മളുടെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും ലോ ആൻഡ് ഓർഡറും VIP ഡ്യൂട്ടിയും എല്ലാം ഒറ്റ പോലീസ് തന്നെ ചെയ്യുന്നത്. അതൊന്നും കൊണ്ടൊരിക്കലും ഇൻവെസ്റ്റിഗേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ക്രൈം ബ്രാഞ്ചിന് കേസ് കൊടുക്കണം, CBIക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം അതാണ്. നമ്മുടെ കേരള പോലീസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ക്രൈം ബ്രാഞ്ചിലും CBIയിലേക്ക് ഇരിക്കുന്നത്, അതിലേക്ക് മാറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ് കേരളത്തിലുള്ളത്, യാതൊരു സംശയമില്ല. മേ ബി ലോകത്തിൽ തന്നെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ്. പക്ഷെ അവർക്ക് സമയം കിട്ടണം. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാകരുത്, വലിയ ദിവസം തന്നെ പ്രശ്നം ഉണ്ടാകരുത്. ഞാനിതിൻ്റെ കാരണം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസിൽ കേരളത്തിൽ ഒരു സ്ഥലത്ത് വിദേശികൾ വന്നിട്ട് ATM നിന്ന് പണം മോഷിച്ചു. അതിന് വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നേരത്തെ തന്നെ അവർ വന്നിട്ട് ATMൽ ഒരു കേരളത്തിലെ ATMൽ നിന്ന് അതിൻ്റെ സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ച് ചെറിയൊരു ക്യാമറയൊക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു വലിയ വലിയ പ്ലാനിങ് ഉള്ള സംഭവമായിരുന്നു. ഇത് പൈസ വിഡ്രോ ചെയ്തത് ബോംബെ നിന്നാണ്. എന്നിട്ട് ATM കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് ബോംബെ നിന്ന് പൈസ വിഡ്രോ ചെയ്തത്. പൈസ വിഡ്രോ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് അവിടെ പോയിട്ട് അവർ അറസ്റ്റ് ചെയ്തു. അതായത് ആ ക്യാമറയിൽ നിന്ന് അവിടെ CCTV ക്യാമറയിൽ നിന്ന് ഇവരാദ്യം വന്നിട്ട് ഇവിടെ ഇവരിവിടെ ക്യാമറ ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ വന്നിരുന്നു, മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അത് വെച്ചിട്ട് അവർ ആ വീഡിയോയിൽ നിന്ന് വിദേശികളുടെ അതിൽ കേസിൽപ്പെട്ട വിദേശികളുടെ പടം എടുത്തിട്ട് ആ പടമായിട്ട് ഈ ATM ഏത് ലൊക്കേഷനിൽ നിന്നാണ് ATM വിഡ്രോ ചെയ്യുന്നത്, ബോംബെയിലെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും പോയിട്ട്, വിദേശികളാകുമ്പോൾ പാസ്പോർട്ട് കൊടുത്തിട്ടായിരിക്കുമല്ലോ അവിടെ താമസിക്കുന്നത്, ഈ ഫോട്ടോ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ ആ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നതിനും അറസ്റ്റ് ചെയ്തു. അത്ര മിടുക്കന്മാരാണ് നമ്മുടെ പോലീസ്, യാതൊരു സംശയമില്ല. അത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സത്യമായിട്ടും ആ ഒരു ഡയലോഗ് സാറ് പറഞ്ഞപ്പം 24 മണിക്കൂറിനുള്ളിൽ മുംബൈ പോയി അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കേട്ടപ്പം നല്ല എന്താ പറയുക, ഒരു സന്തോഷം, ഒരു ഗൂസ്പം മൂമെന്റ് ആയിരുന്നു അത്. ഇപ്പം ഞങ്ങളുടെ ഒരു കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു, സൈബർ ക്രൈം. അതിൽ നോർത്ത് ഇന്ത്യ പോയി പിടിച്ചിട്ട് വന്നു. അതാണെങ്കിൽ അതിൽ വിക്ടിം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാളുടെ എൻ്റെ സമ്പാദ്യമാണ് ബാങ്കിൽ നിന്ന് ഒരു സൈബർ ക്രിമിനൽസ് കൊണ്ടുപോയത്. അയാൾക്ക് പോലീസിൻ്റെ അടുത്ത് ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കാൻ പോലും ഇതില്ലാത്ത ഒരാളാണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ. അയാൾ പോലീസിൽ നിന്ന് കാര്യം പറഞ്ഞ് അവർ നോർത്ത് ഇന്ത്യ പോയി പിടിച്ചിട്ടുണ്ട്, 2 പേരും പിടിച്ചു. അത് വളരെ മിടുക്കന്മാരാ, ഒരു സംശയമില്ല. അപ്പൊ എങ്ങനെ മാറ്റാം? സാറ് പറയുന്നത് എന്ത് ചേഞ്ച് കൊണ്ടുവന്നാൽ ഇത് മാറുമെന്നുള്ളതാണ് ഈ ക്രൈസിസ്. അതായത് ഈ പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ മാത്രമുള്ളൊരു വിങ് ആക്കണം. വെച്ചാൽ അവരിപ്പോൾ ഒരു കേസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണ സമയത്ത് VIP വരുന്നു, മന്ത്രി വരുന്നു, അല്ലെങ്കിൽ IG വരുന്നു, റോട്ടിൽ പോയി നിൽക്കുന്ന പറഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ, ആ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം കഴിഞ്ഞു. പ്രത്യേകിച്ച് സൈബർ ക്രൈംസ് ആകുമ്പോൾ അത് ഒരുപാട് സമയമെടുക്കും. ഇപ്പം നിസ്സാര കാര്യം ഒരു CDR നോക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റേ വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ 6 മാസം മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്, അത് എത്രയോ സമയം എടുക്കുന്നതാണ്. ആ CDR ഇപ്പോൾ AI വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, എന്നാലും ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് വേണം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു വിങ്ങിൻ്റെ കയ്യിലായിരിക്കണം. ലോ ആൻഡ് ഓർഡർ വേറെ ആയിരിക്കണം, VIP സെക്യൂരിറ്റി വേറെ ആയിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ വേറെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അത്രയും മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് എനിക്കൊരു ലോകത്തിലൊരിടത്തുണ്ടാവില്ല. അപ്പം ഇപ്പോൾ ഉള്ള പോലീസ് ഓഫീസറിന്റെ നമ്പറിന്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ പോലീസ് ഓഫീസേഴ്സ് വേണ്ടി വരില്ലേ? അതെ, അത് വേണ്ടി വരും. ഡബിളും ട്രിപ്പിളും ഒരു 10 ഇരട്ടിയെങ്കിലും വേണ്ടി വരും. പ്രത്യേകിച്ച് സൈബർ ക്രൈംസ് വരുന്നുണ്ട്. സൈബർ ക്രൈംസ് വരുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. 10 ഇരട്ടി പോലീസുകാർ വേണം. അതിൽ പറഞ്ഞ പോലെ ഒരു 10 ഇരട്ടി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മാത്രം വേണം. നമ്മളുടെ നാട്ടിൽ ലോ ആൻഡ് ഓർഡറിന് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോലെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. വല്ല ഉത്സവ പെരുന്നാളൊക്കെ വരുമ്പോഴല്ലാണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പോലീസുകാർ റോഡിലിറങ്ങി നിൽക്കുന്നതൊന്നും കാണാറില്ല. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ടോട്ടലി നമുക്ക് വീഡിയോ ഫൂട്ടേജ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ നിലവിൽ? ചെയ്യാം. ഇപ്പം പുതിയ പോലീസ് ആക്ഷൻസ് വെച്ചിട്ട് നമുക്ക് മുഴുവൻ റെക്കോർഡ് ചെയ്യാം. പോലീസ് ആക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ വീഡിയോ സർവേലൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ?
പോലീസുകാർക്ക്? പലതരം അവർ അവിടെ ഫുട്ടേജ് അവൈലബിൾ അല്ലെന്നൊക്കെ പറയാറുണ്ട്. എന്നാലും അത് മാൻഡേറ്ററി ആണ്. ഒരു ക്രിമിനൽ രാജ്യം വിടുക എന്നുള്ളത് ഏത് പോയിന്റിലായിരിക്കും സംഭവിക്കുന്നത്? പക്ഷെ നമ്മളുടെ ഇവിടെ അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രം ഈ ഫിനാൻഷ്യൽ ക്രൈംസിൽ പെടുന്ന ചില VIPs അങ്ങനെ വിട്ടു പോകണമല്ലാണ്ട് പൊതുവെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ല. അങ്ങനെ രാജ്യം വിട്ടു പോകുന്ന സംഭവങ്ങൾ വളരെ വളരെ അപൂർവമാണ്. അത് അത്ര എളുപ്പമല്ല. ചില ക്രൈം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം വിടുക എളുപ്പമല്ല. ചില എയർപോർട്ടുകളിൽ അലർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിക്കും. ഒരു തരത്തിലും പോകാൻ പറ്റില്ല. പിന്നെ പുറത്തുനിന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുറത്തുനിന്ന് ക്രൈംസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ റിമെയിൻ ചെയ്യാന്നുള്ളത് കോമൺ ആണ്. ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളത്. അല്ല, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വാർത്തയിൽ കേസാവുന്നതിന് മുന്നേ രാജ്യം വിട്ടു എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചിലത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പോലീസിന് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കേസ് ആകുന്നതിന് മുമ്പ് രാജ്യം വിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ എക്സ്ട്രാഡിഷൻ ഉള്ള രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. നമ്മൾക്ക് ഏതാണ്ട് 30-40 രാജ്യങ്ങളായിട്ട് എക്സ്ട്രാഡിഷൻ ഉണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളായിട്ടും ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ അങ്ങനെ ഫ്ലൂ ചെയ്ത് പോകുന്ന ഒരു രാജ്യം ഏതായിരിക്കും? അങ്ങനെ നമ്മളുടെ നാട്ടിൽ നിന്ന് അങ്ങനെ പോയതായിട്ട് അറിവില്ല. പിന്നെ ഈ ചില വളരെ ബോംബെ അണ്ടർവേൾഡിൽ നിന്നൊക്കെ ചില ആളുകൾ ചില രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ട് പോകാറുണ്ട്. ചിലത് ഏത് രാജ്യമെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അബു സലീമൊക്കെ പോയത്, അതായത് അവർ പ്രിഫർ ചെയ്യുന്നത് ഡെസെൻഡൻസ് ഇല്ലാത്ത രാജ്യങ്ങളിൽ പോകും. ഡെസെൻഡൻസ് ഇല്ലാത്ത രാജ്യങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കണം. ഇയാളെ ഹാങ് ചെയ്യില്ല എന്ന് ഗ്യാരണ്ടി കൊടുക്കണം. അങ്ങനെ ഗ്യാരണ്ടി കൊടുത്താൽ മാത്രമേ എക്സ്ട്രാഡിറ്റ് ചെയ്യുള്ളൂ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഡെത്ത് പെനാൽറ്റി കിട്ടില്ല. അതല്ലാതെ പിന്നെ എങ്ങോട്ട് പോയി വേറെ ഏത് രാജ്യത്ത് പോയാലും വ്യത്യാസമില്ല. ഡെത്ത് പെനാൽറ്റി ഇല്ലാത്ത രാജ്യത്ത് അസൈലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടേ കൊണ്ടുവരുള്ളൂ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഡെത്ത് പെനാൽറ്റി ഇല്ലാത്ത ഏതെങ്കിലും രാജ്യത്ത് പോയാൽ മതി. അങ്ങനെ ഒരു രാജ്യത്തേക്ക് ഒരു ക്രിമിനൽ ഫ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? അതിനൊന്നും ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല. അതല്ലേ കാര്യം. നമുക്ക് ബ്ലോക്ക് ചെയ്യാമല്ലോ ഇന്ത്യൻ ഗവൺമെന്റിന്, അല്ലെങ്കിൽ ഇങ്ങനൊരു കേസിൽ പ്രതിയാവുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാമല്ലോ. അല്ല, അത് ഫ്രീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇപ്പം എല്ലാ സൈബർ ക്രൈമിനും ഫ്രീസ് ചെയ്യുന്നുണ്ട്. പോലീസിന് റിക്വസ്റ്റ് എടുത്ത് അപ്പം തന്നെ ഫ്രീസ് ചെയ്യും. അപ്പം തന്നെ ബാങ്കിനെ വിളിച്ചിട്ട് അപ്പം തന്നെ ഫ്രീസ് ചെയ്യും. പക്ഷെ ഇതിൻ്റെ എല്ലാം ഈ മണി ട്രെയിലൊക്കെ നടക്കുന്ന അവരുടെ പേരിലായിരിക്കില്ല, ബിനാമി പേരിലായിരിക്കും, മറ്റാരെങ്കിലും പേരിലായിരിക്കും ട്രെയിൽസ് മുഴുവൻ നടക്കുന്നത്. സാറിൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കേസ് ഏതായിരിക്കും? അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ടു ദ മീഡിയ. അത് ഷെയർ ചെയ്യാൻ കുഴപ്പമില്ല. അതിൽ പ്രതിയാക്കപ്പെട്ട ആൾ ഇപ്പം ജീവിച്ചിരിക്കണല്ലോ, അയാൾ മരിച്ചുപോയി. അതായത് ഏറ്റവും നമ്മളെന്ത് സ്റ്റാറ്റ്യൂട്ട് പഠിക്കുമ്പോൾ, നിയമം പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ തെഫ്റ്റാണ്, മോഷണം. ഒരു വിഷയം എന്നുള്ള ആൾക്ക് മോഷണമാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം. അത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അത് എഴുതിയിട്ടുള്ളതിൻ്റെ ഒരു ഡ്രാഫ്റ്റിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഇപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ദൗ ഷാൽ നോട്ട് കമ്മിറ്റ് തെഫ്റ്റ് മറ്റേ സെൻറ്റൻസിൽ പറയുന്നത്, അതായത് മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് നമ്മളുടെ നിയമത്തിൽ എഴുതി വന്നപ്പോൾ ഏതാണ്ട് 2.5 പേജോളം ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഇല്ലസ്ട്രേഷൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് തെഫ്റ്റ്. അത് ഒരു അക്കാഡമിക് സൈഡിൽ വരുമ്പോൾ ഈ ഏറ്റവും രസകരമായിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ, ഒരു അലിഗേഷൻ ഇങ്ങനെയാണ്: ഒരു ബാങ്ക് മാനേജർ ATM തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് പൈസ എടുത്തെന്നുള്ളായിരുന്നു, താക്കോല് വെച്ചിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് നടത്തിയൊരു കേസ്, ഏറ്റവും എഫർട്ട് എടുത്ത് നടത്തിയൊരു കേസ്. അതിൽ പക്ഷെ അവസാനം അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. എന്തുകൊണ്ടായിരുന്നു രക്ഷപ്പെട്ടത്? അത് പറഞ്ഞാൽ പോലീസിന്റെ ചില അതിബുദ്ധി കൊണ്ടൊക്കെയാണ്. ചില കാര്യങ്ങൾ മനഃപൂർവ്വം സപ്രസ് ചെയ്യുക, ATMന്റെ ചില കാര്യങ്ങൾ സപ്രസ് ചെയ്യുക, എൻ്റെ പാസ്വേഡ് ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോലീസുകാർ ചെയ്തുകൊണ്ടായിരിക്കാം അത് അയാൾ രക്ഷപ്പെട്ടു. ഈ പോലീസുകാർക്ക് വേണമെങ്കിൽ ഒരു എവിഡൻസ് നശിപ്പിക്കാനും അത് മറച്ചു വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ധാരാളം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ വേണമെങ്കിൽ അവർക്ക് രക്ഷിച്ചൂടെ? പറ്റും. അവിടെയൊക്കെയാണ് നമ്മൾ വക്കീലിൻ്റെ റിലവൻസ്. അവിടെയാണ് എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കുക, അത് എക്സ്പോസ് ചെയ്യുക, എവിഡൻസ് സപ്രസ് ചെയ്യുമ്പോൾ അത് എക്സ്പോസ് ചെയ്യുക. അതൊക്കെയാണ് പ്രധാനമായിട്ടും വക്കീൽ ചെയ്യുന്നത്. അല്ലാതെ പലപ്പോഴും നാട്ടുകാർ വിചാരിക്കുന്നവരെ നുണ പറഞ്ഞിട്ട് കേസ് രക്ഷിക്കാനല്ല, ഇത്തരത്തിലുള്ള സപ്രഷൻസും ഫാബ്രിക്കേഷൻസും എക്സ്പോസ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും പോലീസ് ഓഫീസേഴ്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ പവർ?
ധാരാളം കേസുകളിൽ പോലീസുകാർ പവേഴ്സ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് സംശയമില്ല. എന്തൊക്കെ രീതിയിലായിരിക്കും അത്? ഈ പറയുന്ന എവിഡൻസ് മാനിപ്പുലേഷൻ തന്നെയാണോ? മാനിപ്പുലേഷൻ, എവിഡൻസ് മാനിപ്പുലേറ്റ് ചെയ്യുക, വിറ്റ്നസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇല്ലാത്ത വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക, അതൊക്കെ വളരെ കോമൺ ആണ്. നിങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് എങ്ങനെ ആയിരിക്കും? ഒരു അഡ്വക്കേറ്റ് വേഴ്സസ് ഒരു പോലീസ് ഓഫീസർ, നിങ്ങൾ ശരിക്കും എനിമീസ് ആണോ അതോ ഫ്രണ്ട്സ് ആണോ? അല്ല, ഒരിക്കലും അങ്ങനെ അല്ല. ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും ഒരു പോലീസ് ഓഫീസേഴ്സായിട്ട് ഒരു കോണ്ടാക്ട് വെക്കാറില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഓഫീസിൽ എൻ്റെ സീനിയർ ആണെങ്കിലും ഒരിക്കലും പോലീസ് ഓഫീസേഴ്സായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കാറില്ല. അപ്പം അങ്ങനെ ഒരു ഈഗോൻ്റെ പ്രശ്നമൊന്നും വരാറില്ല. ഒരു സാധാരണ വിറ്റ്നസിനെ പോലെ തന്നെ കാണാറുള്ളൂ. കേസിൽ ഒരുപാട് വിറ്റ്നസ് ഉണ്ടായിരുന്നു, അതിലൊരു വിറ്റ്നസ് അത്രേ ഉള്ളൂ. ഇപ്പം ഒരു പോലീസ് ഓഫീസർ ഒരു ഫേക്ക് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസിനെ സപ്രസ് ചെയ്തു, അതിനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വക്കേറ്റ് അതിനെ കണ്ടുപിടിച്ചു, അപ്പം സ്വാഭാവികമായിട്ടൊരു ഈഗോ ക്ലാഷ് അവിടെ ഉണ്ടാവാമല്ലോ. അല്ല, നമ്മൾക്ക് അങ്ങോട്ടൊരിക്കലും ഈഗോ തോന്നാറില്ല. നമ്മൾ നമ്മളുടെ ജോലിയാണ്, അവരവരുടെ ജോലി വേണ്ട വിധത്തിൽ ചെയ്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ചില കേസുകളിൽ അവർക്കെതിരായിട്ട് കൂടുതൽ കമൻസ് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ജഡ്ജ്മെന്റിൽ പോലീസ് ഓഫീസേഴ്സിനെതിരായിട്ട് കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി ഉണ്ടാവും. അതും കഴിയുന്നത് കോടതികൾ ഒഴിവാക്കാറുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഇപ്പോൾ ഈ ഞങ്ങൾ നടത്തിയ 1-2 കേസുകളിൽ അങ്ങനെ കോടതി കമന്റ് ചെയ്ത് ആക്ഷൻ എടുക്കാൻ പറയുകയും ചെയ്തു, പ്രതി വെറുതെ വിട്ട കേസിൽ. അത് പക്ഷേ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താതിരുന്നതിനാണ്. വലിയ ക്വാണ്ടിറ്റി ഉള്ള നാർക്കോട്ടിക് കേസുകളിൽ പ്രോപ്പറായിട്ട് നടത്താതെ ഇൻവെസ്റ്റിഗേഷൻ വന്ന വീഴ്ച കൊണ്ട് പ്രതികൾ രക്ഷപ്പെട്ടു പോയ കേസുകളിൽ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കേസിൽ കളവായിട്ട് കേസ് ചാർജ് ചെയ്തതിന് ആക്ഷൻ എടുക്കാൻ പറഞ്ഞു, ഓഫീസറിനെതിരെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഒരു കുറ്റവും ചെയ്യാത്തൊരു വ്യക്തി ഇങ്ങനൊരു പോലീസ് കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ രക്ഷപ്പെടും? അതിനാണ് വക്കീലിനെ നോക്കണ്ടോ. അതിന് ആദ്യമേ പ്രത്യേകിച്ച് അതിനാണല്ലോ വക്കീലന്മാർ ഡിഫെൻഡ് ചെയ്യണതിനാണ്. ഒരു കേസ് നമ്മൾ ആദ്യമേ നമ്മളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വരികയാണെങ്കിൽ ആദ്യമേ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇതുപോലെ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് കുറേ നാളിപ്പോൾ പലപ്പോഴും നമ്മളുടെ അടുത്ത് കേസിന് വരുമ്പോൾ ക്രൈം രജിസ്റ്റർ ചെയ്തിപ്പോൾ 4-5 വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേസ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ കേസുകളിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സ്ഥലത്തില്ലാത്ത ഒരാളെ പ്രതിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് കോൾ ഡീറ്റെയിൽസ് CDR എടുക്കാൻ പറ്റും. CDR എടുത്തിട്ട് അയാൾ അവിടെ ഇല്ലാന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ അടുത്ത് നടന്നൊരു കേസിൽ എങ്ങനെയായിരുന്നു, പോലീസ് കളവായിട്ട് ഒരാളെ ചേർത്തു. അയാളെ ക്രൈം സ്റ്റേജിൽ തന്നെ കേസ് വന്ന സമയത്ത് തന്നെ അയാളുടെ കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് അപേക്ഷിച്ചു, അത് പ്രിസർവ് ചെയ്തു. അത് ആദ്യമേ പ്രൂവ് ചെയ്യാൻ പറ്റി അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും, ഇല്ലാത്ത ആളാണ് കേസിൽ കളവായിട്ട് ചേർത്ത് തന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഹോംവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതികൾക്ക് അറിയണമെന്നില്ല. ഏതൊക്കെ തരത്തിലാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ ചില കേസുകളിൽ ഫോട്ടോസ്, ഗൂഗിൾ ലൊക്കേഷൻ, CDR, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അടുത്ത് വരുന്ന കക്ഷികളാണെങ്കിൽ ഇതെല്ലാം ആദ്യമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ ചാനലിൽ വരുന്ന വാർത്തകൾ, ചാനലിൽ പോലീസുകാർ കൊടുക്കുന്ന ഇൻ്റർവ്യൂകൾ, അതെല്ലാം മിക്കവാറും കേസുകളിൽ അതൊക്കെയാണ് പിന്നീട് ആ കേസിനെ ഡാമേജ് ചെയ്യുന്നത്, പോലീസ് ഓഫീസേഴ്സ് കൊടുക്കുന്ന ഇൻ്റർവ്യൂസ്. അപ്പോൾ ഇതെല്ലാം ആദ്യമേ നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ അതെല്ലാം നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് സാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇപ്പം പോലീസിനെതിരെയാണ് സാറ് പറഞ്ഞത്. ഇല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു കേസ് ജനറേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ലേ? അതിനെന്താ, അവർ ജനറേറ്റ് ചെയ്യട്ടെ, എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. ശരിക്കും ഇത് വേറൊരു യൂണിവേഴ്സ് ആണല്ലേ? പോലീസുകാരെ കള്ളത്തരം കാണിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് യാതൊരു വിരോധമില്ല. പോലീസുകാരെ കള്ളക്കേസ് എടുക്കുന്നതുകൊണ്ട് വക്കീലന്മാർക്ക് സന്തോഷമുള്ളൂ. പണ്ടൊരു ജഡ്ജ് എൻ്റെ അടുത്ത് പറഞ്ഞ്, പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലാത്ത കേസാണ്, നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അദ്ദേഹം എൻ്റെ ചേമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഐ വിൽ കൺവിക്ട്, ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, ഐ വിൽ ഗെറ്റ് അനദർ 1 lakh എന്ന് പറഞ്ഞു. അപ്പീൽ കൊടുക്കുമ്പോൾ എനിക്ക് 1 ലക്ഷം കൊണ്ട് കിട്ടുമല്ലോ. എന്നിട്ട് ആ പഹേന കേസ് വെറുതെ വിട്ടു, എനിക്ക് 1 ലക്ഷം കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പം അത് നമ്മളൊന്ന് കേസ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞാലും വെറുതെ വിടുമെന്ന് പറഞ്ഞാലും വക്കീലന്മാരെ സംബന്ധിച്ച് ഒന്നുമില്ല. ജാമ്യം കിട്ടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. കേസ് ജയിച്ചാലും തോറ്റാലും എങ്ങനെ പോയാലും, ഈ ആന നിന്നാലും ചെത്താലും 10,000 എന്ന് പറഞ്ഞ പോലെ കേസ് ജയിച്ചാലും തോറ്റാലും വക്കീലിനെ സംബന്ധിച്ച് ലാഭം തന്നെയാണ് അവസാനം. ഓക്കെ, ശരിക്കും ആരാ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള്? ഒരു വക്കീലാണോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണോ? പോലീസ് ഓഫീസറിനെ സംബന്ധിച്ച് ആ ഒരു കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അവർ റിട്ടയർ ചെയ്ത് പോകുന്ന ആൾക്കാരല്ല.
അത് മാത്രമല്ല ഇപ്പോൾ പഴയ പോലെ ഒന്നും പറ്റില്ല. ഈ വെറുതെ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ പോലും DGPക്ക് പരാതി കൊടുക്കുക, പ്രത്യേകിച്ച് കള്ളക്കേസിൽ കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് പോലീസുകാരെ സംബന്ധിച്ച് പഴയ പോലെ എന്താ അട്രോസിറ്റീസും നടക്കില്ല. അത് മാത്രമല്ല കോടതികളാണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിലും ഈവൻ നല്ല സുപ്പീരിയർ ഓഫീസേഴ്സ് ആണെങ്കിലും ഈ കള്ളക്കേസ് എടുക്കുന്നവർ പോലീസുകാർക്കെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപടികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല. പ്രത്യേകിച്ച് ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ CDR ഒക്കെ വളരെ ഇതല്ലേ. ഇപ്പോൾ സ്ഥലത്തില്ലാത്ത ഒരാളെ പിടിച്ച് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അയാൾക്ക് CDR വെച്ചിട്ട് കാണിക്കാൻ പറ്റും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്രയും നാളത്തെ അഡ്വക്കേറ്റ് ജീവിതത്തിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള, വളരെ ജെന്യൂൻ ആയിട്ടുള്ള 100% എത്തിക്കലായിട്ടൊരു പോലീസ് ഓഫീസറിനെ കണ്ടിട്ടുണ്ടോ? പോലീസ് ഓഫീസേഴ്സായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ പേഴ്സണൽ ബന്ധം വെക്കാറില്ല. പിന്നെ നമ്മൾ ക്ലയൻസ് ആയിട്ട് വരുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതിൽ എനിക്ക് വളരെ അടുപ്പമുള്ള കുറച്ച് ഓഫീസേഴ്സ് ഉണ്ട്. അവരെല്ലാവരും തന്നെ വളരെ വളരെ മാന്യന്മാരാണ്. അങ്ങനെ ഒരു പിന്നെ വളരെ അപൂർവമായിട്ട് മോളിൽ നിന്നുള്ള പ്രഷർ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പോകും. അവർക്ക് ചെയ്യാൻ ഉദ്ദേശമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലാണ്ട് ഒരിക്കലും ഇല്ലാത്തൊരു കേസ് ക്രിയേറ്റ് ചെയ്യുക, ഫാബ്രിക്കേറ്റ് ചെയ്യുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാത്തവരാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി അങ്ങനത്തെ ആൾക്കാരാണ്. പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും മെജോറിറ്റി മര്യാദക്കാരാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ കുഴപ്പക്കാരുള്ളൂ. ഓക്കെ. ഒരു ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടൊരു ക്രിമിനൽ അഡ്വക്കേറ്റിൻ്റെ സാലറി എത്ര ആയിരിക്കും? അത് പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നെറ്റിലോ ഇവിടെ കാണുന്നതായിരിക്കില്ല അവരുടെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. എന്നാലും ഒരു നെറ്റ്വർത്ത് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം 15 ലക്ഷമൊക്കെ ആയിരിക്കും കാണുന്നത്. നെറ്റ്വർത്ത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നെറ്റ്വർത്ത് ആയിരിക്കും. ഒരു ഫിഗർ പറയാൻ പറ്റുമോ? ഒരു എത്ര ഡിജിറ്റ് നമ്പർ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെർ ഡേ അപ്പിയറൻസ് 15 lakhs 10 lakhs 20 lakhs അങ്ങനെയൊക്കെ കാണും. പക്ഷെ അതൊന്നായിരിക്കില്ല ഇപ്പോൾ ഒരു പെർ അപ്പിയറൻസ് 15 lakhs എന്ന് പറയുകയാണെങ്കിൽ അവർക്കൊരു ദിവസം ഒരു കേസല്ലല്ലോ, 5-10 കേസുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ ഇൻകം എന്ന് വെച്ചാൽ മേ ബി ഒരു ദിവസം തന്നെ ഒരു നല്ല ദിവസമാണെങ്കിൽ ചിലപ്പോൾ 1 കോടിയൊക്കെ ആയിരിക്കും അവരുടെ ഇൻകം. ഒരു ദിവസം 1 കോടി. ഈ അടുത്ത് ഏതൊരു ഡയറക്റ്റ് എലിവേറ്റ് ചെയ്ത ജഡ്ജിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഡിക്ലെയർഡ് അസറ്റ് തന്നെ 300 കോടി അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്. ഡിക്ലെയർ ചെയ്തത് മാത്രം? അല്ല, അത് മുഴുവൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അല്ല, അതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന വിധത്തിലല്ല ഇൻകം. 1 കോടി എന്ന് പറയുന്നത് തന്നെ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു കേട്ടോ. ഒരു ദിവസം 1 കോടി രൂപ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഇപ്പം നമ്മൾ നെറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഒരു ജോ ജമൈൽ എന്ന് പറഞ്ഞൊരു US ലോയറിൻ്റെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് അവരുടെ ഒരു നെറ്റിലൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം അസറ്റ്സ് എന്ന് പറയുന്നത് 15,000 കോടിയാണ്. 15,000 കോടിയാണ് അദ്ദേഹത്തിൻ്റെ. അതാണ് അദ്ദേഹത്തിൻ്റെ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ചിലത് പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമായിരിക്കില്ല, അത് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം വക്കീലന്മാർ പക്ഷേ ഈ ടോപ്പ് ലോയേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഫീസിൻ്റെ കൂടെ തന്നെ നമ്മൾ ടാക്സ് അടക്കമാണ് വലിയൊരു ഫീസ് വാങ്ങുന്നത്. അപ്പോൾ പ്യൂർലി വൈറ്റ് മണി തന്നെയാണ് അവർ ഡീൽ ചെയ്യുന്നത് ടോപ്പ് ലോയേഴ്സ്. ഒരു ബിഗിനർ ലെവൽ അഡ്വക്കേറ്റിന്റെ ബേസിക് സാലറി എത്ര ആയിരിക്കും മിനിമം? എനിക്ക് തോന്നുന്നു ഇപ്പം ബാർ കൗൺസിലിന്റെ അതനുസരിച്ചിട്ട് 10,000 അങ്ങനെ എന്താണ് സീനിയർ കൊടുക്കണം. അതാണ് ബാർ കൗൺസിലിന്റെ ഗൈഡ് ലൈൻ. പക്ഷേ മിക്കവാറും യങ് ലോയേഴ്സ് അത്യാവശ്യം നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ മിനിമം വേജ് 10,000 പെർ മന്ത് ആണല്ലേ? അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതൊന്നും അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യലൊന്നും പ്രാക്ടിക്കൽ അല്ല. വെച്ചാൽ മിനിമം 10,000 അല്ലെങ്കിൽ 20,000 കൊടുക്കണം എന്ന് പറഞ്ഞാൽ സീനിയറിന് പറയാം എനിക്ക് ജൂനിയറിന് വേണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല. ഇത്ര ജൂനിയേഴ്സിന് എടുത്തോളണമെന്ന് ആരോടും പറയാൻ പറ്റില്ല, നിർബന്ധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേസുകൾ സോൾവ് ചെയ്യാനായിട്ട് ഇത്രയും താമസം ഉണ്ടാവുന്നത്? അത് നമ്പർ ഓഫ് കേസസിൻ്റെ പ്രശ്നം തന്നെയാണ്. വരുന്ന കേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഒരു തരത്തിലും ഡിസ്പോസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഏതൊരു മീറ്റിങ്ങിൽ അതിൻ്റെ ചാർജുള്ള ജഡ്ജി പറഞ്ഞതാണ് 500 പുതിയ കേസുകൾ കേരള ഹൈക്കോർട്ടിൽ മാത്രം. പുതിയ കേസുകൾ 500 എണ്ണം, പിന്നെ ഈ ചെറിയ ചെറിയ പെറ്റീഷൻസ് അങ്ങനെയുള്ളതുണ്ട് 1000
കേസുകൾ. അങ്ങനെ തന്നെ 1500 കേസുകളാണ് ഒരു ദിവസം രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ റിട്ട് പെറ്റീഷൻസ് ആണെങ്കിൽ ഇപ്പോൾ ഈ വർഷം ഏതാണ്ട് 45,000 50,000 ഒക്കെ ആയിട്ടുണ്ടാവും റിട്ട് പെറ്റീഷൻ എന്ന് പറയുന്നത് ആ ഇത് മാത്രം. അപ്പം അങ്ങനെ വെച്ചാൽ ലക്ഷക്കണക്കിന് കേസാണ് ഒരു വർഷം ഹൈക്കോടതിയിൽ മാത്രം വരുന്നത്. അപ്പോൾ അതിന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്, അതിൽ കോടതിക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നത് വെച്ചാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ കേസിൻ്റെ പെൻഡൻസി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പോപ്പുലേഷൻ നമ്മളുടെ റേഷ്യോ വളരെ കുറവാണ്. നമ്മൾക്ക് 2011 കണക്കിന് അനുസരിച്ചിട്ട് തന്നെ നമ്മൾക്ക് 10 ലക്ഷം ആൾക്കാർക്ക് 15 ജഡ്ജസേ ഉള്ളൂ. 10 ലക്ഷം ആൾക്കാർക്ക് 15 ജഡ്ജസ്. 15 ജഡ്ജസ് അതുകൊണ്ട് ഒരിക്കലും തരില്ല. 150 വേണം, 10 വേണ്ടി വരും. ഇപ്പോൾ ഉള്ള സ്ട്രെങ്ത്തിന്റെ 10 ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ സാറ് പോലീസുകാരുടെ ഒരു അപ്ഡേഷൻ പറഞ്ഞില്ല, അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഇത് എപ്പോഴേലും മാറുമോ? ഈ നമ്പറുകൾ മാറി വേണ്ടത്ര ജഡ്ജിമാർ പെർ സിറ്റിസൺ എന്ന രീതിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, പറ്റില്ല. കേരളത്തിലല്ല, ഇല്ല, ഇന്ത്യയിൽ പറ്റില്ല. ഇന്ത്യയിലെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടും ഇന്ത്യയിലെ സ്ട്രക്ചർ അനുസരിച്ചിട്ടും എന്തായാലും ഒരിക്കലും ഉണ്ടാവില്ല. ഈ പോലീസിനെ ബൈഫർക്കേറ്റ് ചെയ്യാൻ തന്നെ സബർവാൾ കമ്മീഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. മേ ബി 2010 പറഞ്ഞതായിരിക്കും. ഈ ഇൻവെസ്റ്റിഗേഷനും ലോ ആൻഡ് ഓർഡറും എല്ലാം സെപ്പറേറ്റ് ആക്കണമെന്ന്. പക്ഷെ അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മളൊറ്റ ഇതിൽ തന്നെ പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് വളരെ കുറച്ച് കേസുകളുള്ളൂ. അവരുടെ സമയമെടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്ട് ഫിനാൻഷ്യൽ ഫ്രോഡുകളാണ് അവർ നോക്കുന്നത്. അവരൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ് നമുക്ക് എല്ലാ ബ്രാഞ്ചിലും ഉള്ളത്, ലോക്കൽ സ്റ്റേഷൻ മുതൽ. അത് ചില കേസുകളൊക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഓഫ് ദ റെക്കോർഡായിരിക്കും നമ്മൾ പുറത്ത് വെച്ച് കാണുമ്പോഴൊക്കെ അവർ പറയാം എങ്ങനെയാണ് അവരത് ട്രേസ് ചെയ്ത് ആളെ കണ്ടുപിടിച്ചതെന്നൊക്കെ. അതൊക്കെ വളരെ ഭയങ്കര മിടുക്കന്മാരാണ്. ശരിക്കും ഒരു ദിവസം ഇത്ര കേസുകൾ സോൾവ് ചെയ്യണമെന്നുള്ളൊരു മിനിമം നമ്പർ ഉണ്ടോ കോടതിക്ക്? ഇല്ല, അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അപ്പീൽസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മർഡർ കേസൊക്കെ ആണെങ്കിൽ മിനിമം 3-4 ദിവസം എടുക്കും ഒരു കേസിൻ്റെ വാദം കഴിയാനായിട്ട്. അപ്പോൾ ഒരാഴ്ച ഒരു കേസ് 2 കേസൊക്കെ അതിൽ കൂടുതൽ തീർക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കേരള ഹൈക്കോടതിയിൽ 2015 ആ പീരീഡിലൊക്കെ കേസുകളാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 വർഷം ഡിലേ ഉണ്ട്. ഈ ഡിലേ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്പർ ഓഫ് കേസ് വരുന്നതനുസരിച്ചിട്ട് ഈ പെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. ഇത് ഒരിക്കലും അങ്ങനെ തീർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ ചില മറ്റ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഒരു സംവിധാനം എന്ന് വെച്ചാൽ ഒരു മർഡർ കേസൊക്കെ ആണെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള കേസാണെങ്കിൽ 3-4 ദിവസമായിരിക്കും ആർഗ്യുമെൻറ്റ്സ് ഉള്ളത്. അതെല്ലാം കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പല രാജ്യങ്ങളിലും അങ്ങനെയല്ല, എഴുതി കൊടുക്കാനേ പറ്റുള്ളൂ. ആർഗ്യുമെൻറ്റ്സ് എഴുതി കൊടുക്കുക, എന്തെങ്കിലും ഓറലായിട്ട് കോടതിയിൽ വക്കീൽ വന്ന് പറയേണ്ടത് അല്ലെങ്കിൽ പ്രസംഗിക്കാനായിട്ട് സമയം കിട്ടുന്നത് 1/2 മണിക്കൂറൊക്കെ ആയിരിക്കും. ബാക്കി മുഴുവൻ എഴുതി കൊടുക്കുന്നത് ജഡ്ജസ് വായിച്ചിട്ട് വരും. ഇനിയിപ്പോൾ എയും കൂടി വന്നുകൊണ്ട് ജഡ്ജസിനെ സംബന്ധിച്ച് എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരു 100 പേജ് എഴുതി കൊടുത്താലും അവർക്കത് 1 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സബ്സ്റ്റൻസ് 1 പേജിലോ 2 പേജിലോ ആക്കി എടുക്കാൻ പറ്റും. ബാക്കി ക്ലാരിഫിക്കേഷൻസ് ഉള്ളത് ചോദിക്കുക. അങ്ങനെ കുറേ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പെൻഡൻസി കുറക്കാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ്. ഇപ്പോൾ അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മുതൽ വായിച്ച് എല്ലാ റെക്കോർഡ്സും വായിച്ച് എല്ലാ സാക്ഷികളുടെ മൊഴികളും വായിച്ച് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അതൊന്നും ഒരിക്കലും ഇനി അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു ക്രൈമാണ്. അത് തന്നെ ഒരു ക്രൈമാണ്. ഇത് ഇത്രയും സമയം ഒരു കേസിന് വേണ്ടി ചിലവാക്കുക എന്നുള്ളത്. ഒരു കേസ് ഒരു വക്കീൽ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമോ? എത്ര നാൾ വേണമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കൺസിഡറബിളായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷേ വക്കീലന്മാരെയാണ് പലരും കുറ്റം പറയണമെന്നെങ്കിലും അതും സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ്. ഇപ്പോൾ ഒരു ജഡ്ജിനെ സംബന്ധിച്ച് 100 കേസുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 90 വക്കീലന്മാർ നീട്ടി ചോദിച്ചാലും കൊടുക്കും. ബാക്കി 10 കേസുണ്ടല്ലോ തീർക്കാനായിട്ട്. ഈ ആദ്യത്തെ വക്കീൽ തന്നെ ആദ്യത്തെ കേസ് തന്നെ വിളിക്കുമ്പോൾ ആദ്യത്തെ വക്കീൽ റെഡിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി 90 പേരും നോക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പല കോടതികളും ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ ആണെങ്കിൽ പല കോടതികളും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ടുള്ള കേസുകൾ മാത്രം വാദം കേൾക്കാനായിട്ട് എടുത്തു വെക്കും. എന്നിട്ട് ബാക്കി കേസുകൾ മാറ്റും. അപ്പോൾ വക്കീൽ റെഡി അല്ലെന്നുണ്ടെങ്കിൽ കേസ് മോശമാണെങ്കിലും ഇപ്പം തീരെ പറയാൻ പറ്റാത്തൊരു കേസാണ്, അല്ലെങ്കിൽ ആ ജഡ്ജിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓർഡർ കിട്ടില്ല എന്നൊക്കെ തോന്നുന്ന കേസുകൾ വക്കീലന്മാർ മാറ്റിക്കൊണ്ടുപോകുന്നുള്ള കോമൺ ആണ്. അതുകൊണ്ട് മാത്രം കുഴപ്പമില്ല. അത് സിസ്റ്റം ഇപ്പം അങ്ങനെയാണ്. ഒരു കേസ് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കണമെന്നുള്ള കുഴപ്പമില്ല. ചില വേറെ കേസുകളുണ്ട് കേൾക്കാനായിട്ട് റെഡി ആയിട്ടുള്ള വേറെ വക്കീലന്മാരുണ്ട്. അപ്പോൾ അവർ കേൾക്കും. ഓക്കെ. അപ്പോൾ ഓരോ ജഡ്ജിമാരെയും ഓരോ അഡ്വക്കേറ്റും പഠിക്കണമല്ലേ?
അത് അവർ എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ കേസിൽ എങ്ങനെയായിരിക്കും അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് അതെല്ലാം നോക്കിയിട്ട് തന്നെ ഒന്ന് വക്കീലന്മാർ അറിയണം. അല്ലാണ്ട് അപ്പോൾ ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്ന് മാത്രമാണോ, അതായത് ആ ജഡ്ജിയുടെ ചിന്തയിൽ നിന്നാണോ? അതെ, ഓരോ ജഡ്ജ്മെന്റും ആ ജഡ്ജിന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓരോ ജഡ്ജ്മെന്റും തന്നെ ആ ജഡ്ജിന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിനാണല്ലോ അപ്പീൽ കോടതിയിലുള്ളത്. ഒരേ തരത്തിലുള്ള എവിഡൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അല്ല, അതിനപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവില്ലല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ജഡ്ജ്മെന്റ് അപ്പം കാണൂലല്ലോ. ഓരോ വ്യക്തികളുടെ പേഴ്സണൽ അഭിപ്രായമായിരിക്കത്തില്ലേ അത്? അതെ, അതായത് ദേ ആർ ഗൈഡഡ് ബൈ ദ റൂൾസ്. ആ അഭിപ്രായത്തിലേക്ക് എത്താനായിട്ട് എവിഡൻസ് ആക്ടിന്റെ റൂൾസ് ഉണ്ട്, അതിന് മുമ്പ് ഡിസൈഡ് ചെയ്ത കേസുകളുണ്ട്, പ്രിസിഡൻസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടുകളുണ്ട്, അതെല്ലാം ഉണ്ട്. എന്നാലും ഓരോ ജഡ്ജ്മെന്റും ആ ജഡ്ജിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണല്ലോ അപ്പീൽ കോടതികളുള്ളത്. അപ്പീൽ കോടതികളുണ്ട്, റിവ്യൂ ഉണ്ട്. ഒരേ ജഡ്ജ്മെന്റിൽ തന്നെ ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിന് ക്രിമിനൽ കേസിലാണെങ്കിൽ സുപ്രീം കോടതിന് മാത്രമേ റിവ്യൂ പവേഴ്സ് ഉള്ളൂ. ഒരേ ജഡ്ജ്മെന്റ് തന്നെ റിവ്യൂ ചെയ്തിട്ട് പഴയ ഒപ്പീനിയൻ മാറ്റാറുണ്ട്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ജാക്കറ്റായിട്ട് ഇതിലും ഒരു ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ അഡ്വക്കേറ്റുമാർ എങ്ങനെ ഒരു ജഡ്ജിനെ ഇവാലുവേറ്റ് ചെയ്യും? ആ ജഡ്ജിന്റെ ജഡ്ജ്മെന്റ്സ് വായിച്ചു നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഒരു ഐഡിയ കിട്ടും. പിന്നെ ആ ജഡ്ജിന്റെ ആ വിഷയത്തിൽ എന്തോരം ഡെപ്ത് ഉണ്ട് എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ. ഓക്കെ, എനിക്ക് കോടതിയുടെ ഹൈറാർക്കി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് എങ്ങനെയാണ് ഈ കോർട്ട് സിസ്റ്റത്തിന്റെ ഒരു പിരമിഡ് എന്നുള്ളത്? അത് ഏറ്റവും മുകളിൽ സുപ്രീം കോർട്ട്, അതിന് താഴെ ഹൈക്കോർട്ട്, അതിന് താഴെ സെഷൻസ് കോർട്ട്, അതിൻ്റെ താഴെ മജിസ്ട്രേറ്റ് കോർട്ട്സ് ക്രിമിനലിനെ സംബന്ധിച്ച്. അതായത് ഒരു സാധാരണ കേസുകൾ, ചെറിയ അടിപിടി അങ്ങനത്തെ കേസുകളെല്ലാം നടക്കുന്നത് മജിസ്ട്രേറ്റ് കോർട്ടിലാണ്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കേസുകൾ, ഇപ്പോൾ ഒരു മർഡറോ റേപ്പോ അങ്ങനെയുള്ള കേസുകളിൽ നടക്കുന്നത് സെഷൻസ് കോടതിയിലാണ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പിന്നെ അപ്പലേറ്റ് കോടതിയിലാണ്. അപ്പീൽസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ക്രിമിനൽ കേസ് നേരിട്ട് നടത്താം, പക്ഷെ അത് നടത്താറില്ല. അപ്പീൽസ് മാത്രമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരുന്നത്. ഈ കോടതികളിലെല്ലാം സാർ ഇപ്പോൾ ഈ പറഞ്ഞ പിരമിഡിലെ ഹൈറാർക്കി കോർട്സിലെല്ലാം ടോട്ടൽ CCTV സർവൈലൻസ് ഉണ്ടോ ഈ കേസുകളിലെല്ലാം? ഇല്ല, CCTVയുടെ പരിപാടി ഇല്ല. ഹൈക്കോടതിയിൽ ഇപ്പം റെക്കോർഡിംഗ് ഉണ്ട്, സുപ്രീം കോടതി റെക്കോർഡിംഗ് ഉണ്ട്. താഴെ കോടതികളിലില്ല, ട്രയൽ കോടതികളിലില്ല, റെക്കോർഡിംഗ് ഇല്ല. പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ബിസിനസ്മാൻ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ്, ഇവരിൽ ആരായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്? ആരുടെ കയ്യിലാണോ പൈസ ഉള്ളത് അവരായിരിക്കും പവർഫുൾ. അത് വെച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കണമെങ്കിൽ ഇതിൽ ആരുമായിട്ടായിരിക്കണം ഏറ്റവും കണക്റ്റ് ആയിട്ട് വേണ്ടത്? ഇവരിൽ ആരുമായിട്ട് വേണം ഏറ്റവും റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ? ഇതിൽ ആരുമായിട്ട് കണക്ഷൻ ഉണ്ടായാലും കുഴപ്പത്തിൽപ്പെടുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ പറഞ്ഞ 3 കൂട്ടരോട് കൂടി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ അടുത്ത് പെരുമാറിയിട്ടുണ്ടോ, അവരെല്ലാം കുഴപ്പത്തിലായിട്ടുണ്ട്. അല്ലെങ്കിൽ കേസിൽ പെട്ടുവരുന്ന കുറച്ച് പ്രമാദമായിട്ടുള്ള കേസുകളിൽ പെട്ടുവരുന്ന എല്ലാവരും ഈ മൂന്ന് ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. റീസെന്റ് ആയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രൊപ്പഗൻഡ മൂവീസ് വളരെ വളരെ ചർച്ച ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. ശരിക്കും ഇതുകൊണ്ടുണ്ടാവുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ആസാൻ അഡ്വക്കേറ്റ്, എന്താണ് സാറിന്റെ ഇതിനുള്ളൊരു തോട്ട്? ധാരാളം മൂവീസ് കാണുന്ന ആളാണ്. ഇങ്ങനത്തെ മൂവീസ് ഞാൻ കാണാറില്ല. ഇതായിട്ട് ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല മൂവീസ് ഉണ്ട്. നമ്മുടെ ഇവിടെ അല്ല, മലയാളത്തിലല്ല, ഇന്റർനാഷണൽ ഇതിൽ ഒരുപാട് നല്ല മൂവീസ് ഉണ്ട്. ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. അവരുടെ മൂവീസ് കാണാറുണ്ട്, ഫെസ്റ്റിവൽസിന് പോകാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ സാധാരണ ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ ഞാൻ കാണുന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണും. പിന്നെ വല്ല കേസിന്റെ കാര്യത്തിന് വേണ്ടി കാണാറുണ്ട്, അല്ലാണ്ട് കാണാറില്ല. നമ്മുടെ നാട്ടിലുള്ള സിനിമകളില്ലേ, പ്രത്യേകിച്ച് അതിനകത്ത് കോർട്ട് സീനൊക്കെ ഉള്ള സിനിമകൾ, അപ്പം അത് ശരിക്കും റിയാലിറ്റിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇപ്പോൾ വരുന്ന പുതിയതായിട്ട് വന്ന കുറച്ച് സിനിമകളിൽ വളരെ റിയാലിറ്റി വളരെ അടുത്ത് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. 100% അടുത്ത് നിൽക്കുന്നത് പറയാൻ പറ്റില്ല. എന്നാലും എന്താണ് എന്നാത്താൻ കേസോട്, പിന്നെ സൗദി വെള്ളക്ക, നേര്, അങ്ങനെ 2-3 സിനിമകളിൽ വളരെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ നേരിൻ്റെ കോഴ്സിന് എഴുതിയത് ഞാനാണ്. അത് ഓൾമോസ്റ്റ് എക്സാക്ട് ഇത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കോഡ് സീൻസ് അതിന്റെ കഥയെ കുറിച്ചല്ലേ നേര് സിനിമയിലെ കോഡ് സീൻസിന്റെ ക്വസ്റ്റ്യൻ എഴുതിയ സാറാണ്. കോഡ് സീൻസിന്റെ ഡയലോഗ് ഞാൻ എഴുതിയ
അത് ശരിക്കും കൂടുതൽ നടക്കുന്ന സാധനങ്ങൾ മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. അത് കണ്ടാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് കൂടുതൽ എങ്ങനെയാണ് കേസ് നടക്കുന്നതെന്ന് അറിയാം. ഇപ്പം നേര് സിനിമയ്ക്കകത്ത് ആ വിക്ടിമിനെ ഒരു അഡ്വക്കേറ്റ് ഹ്യൂമിലേറ്റ് ചെയ്ത പോലെ റിയൽ സീനിൽ ഒരു അഡ്വക്കേറ്റിനെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല ഞാൻ അതിൻ്റെ ഇതിനെ കുറിച്ചല്ല പറയുന്നത്, അതിൻ്റെ സ്റ്റോറീനെ കുറിച്ചല്ല പറഞ്ഞത്. അതിൽ കൂടുതൽ കാണിക്കുന്ന പ്രൊസീജിയറുകൾ, ഓക്കെ ക്രോസ് എക്സാമിനേഷൻ ജഡ്ജ്മെന്റ് പറയുന്നത് അതെല്ലാം പക്ക കോടതിയിൽ നടത്തുന്ന സെയിം പ്രൊസീജിയറാണ്. സ്റ്റോറിനെ കുറിച്ചല്ല എന്ന് പറയുന്നത്. ദൃശ്യം സിനിമ വളരെ ഈ കോർട്ട് സീനുകൾ വളരെ കൂടുതലായിട്ടുള്ളൊരു സിനിമയാണ് ദൃശ്യം 1, ദൃശ്യം 2, ഇപ്പം ദൃശ്യം 3 ഇറങ്ങാൻ പോവാ. എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ റിയൽ കോർട്ട് സീനുമായിട്ട് ദൃശ്യം സിനിമകൾക്ക്? അത് വലിയ കുഴപ്പമില്ലാണ്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൽ കോർട്ട് സീൻസ് കുറവാണല്ലോ, കോർട്ട് സീൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ പുതിയ വരുന്നതിലും കോർട്ട് സീൻസ് കുറവാണ്. അടുത്തതായിട്ടുള്ള ഇപ്പം സിനിമകൾ മാറിക്കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകൾ ഇപ്പം അതിലേറ്റവും നമുക്ക് ശരിക്കും അത് എന്താ പറയുക അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടൊരു വിഷയമാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയ ട്രയലുകൾ, ഫോർ എക്സാമ്പിൾ കുറച്ച് വാട്സപ്പ് ചാറ്റുകൾ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ആരെയും സോഷ്യൽ ട്രയലിന് വിധേയനാക്കാൻ കഴിവുള്ള രീതിയിലേക്ക് മാറി ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ യുഗം. ശരിക്കും അതിനെ പറ്റിയുള്ള സാറിൻ്റെ ഒപ്പീനിയൻ എന്താണ്? അതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എല്ലാ കേസുകളിലും ഇടപെടുത്തുന്നത് ശരിയല്ല. പക്ഷേ ചില കേസുകളിൽ സോഷ്യൽ മീഡിയയുടെ ആവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ആ ഒരു ബാറിലൊരു പെൺകുട്ടീനെ വെടിവെച്ച് നിന്നൊരു കേസുണ്ട്. എന്താണ് മോണിക്കല്ല ജെസിക്കല്ല, ആ ഒരു ബാറിൽ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടീനെ അവിടുത്തെ MP-യുടെ മകനാണെന്ന് എനിക്ക് തോന്നുന്നു, അയാൾ വെടിവെച്ച് വന്നു. അപ്പോൾ ആ കേസിൽ എല്ലാ സാക്ഷികളും കൂറുമാറി. അതിന് കേസ് ഫസ്റ്റ് റൗണ്ട് അക്യൂറ്റ് ചെയ്തു, കേസ് വെറുതെ വിട്ടു. അതിനുശേഷം മീഡിയയിൽ ഭയങ്കര പ്രഷറായി. അതിനുശേഷം സുപ്രീം കോർട്ടാണ് ഹൈക്കോർട്ടാണെന്ന് ഓർമ്മയില്ല, അത് രണ്ടാമത് ടേക്കപ്പ് ചെയ്തു. അതിനുശേഷം ആ കേസിൽ ശിക്ഷിച്ചു. അത് ശിക്ഷിക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയ മാത്രമാണ്, അല്ലെങ്കിൽ ആ കേസ് അത് വെറുതെ വിട്ടു പോയാൽ. അപ്പോൾ അങ്ങനെ ചില കേസുകളിൽ സോഷ്യൽ മീഡിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില കേസ് ഇങ്ങനെ ഹൈ പ്രൊഫൈൽ ആൾക്കാർ പ്രതിയായിട്ട് വരികയും അവർ ഇൻവെസ്റ്റിഗേഷനെയും ജുഡീഷ്യറിയെയും എല്ലാം സ്വാധീനിക്കുന്ന നടക്കുന്ന ശ്രമങ്ങൾ, അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലാണ്ട് നോർമലായിട്ട് പോകുന്നൊരു കേസിൽ സോഷ്യൽ മീഡിയ അത് കൊണ്ടുനടന്നത് ട്രയൽ നടത്തുന്നതൊട്ട് ശരിയല്ല. ഒരു ചെറിയ പരിധി വരെയെങ്കിലും അത് ജഡ്ജസിനെ സ്വാധീനിക്കുക. ജഡ്ജസ് അപ്പോൾ അവർ പൊതുവെ മീഡിയ നോക്കാറില്ല, നോക്കരുത്, അങ്ങനെയൊക്കെയാണ് കൺസെപ്റ്റ്. എങ്കിലും അവരും എല്ലാം പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ പ്രഷറിനൊക്കെ അല്ലെങ്കിൽ അവർ ഭയക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് സെൻസേഷണൽ ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ വരുമ്പോൾ അവർക്ക് ചെറിയ എന്തെങ്കിലും ഇത്തരത്തിൽ ജഡ്ജ്മെൻ്റ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഭയക്കുന്ന ആൾക്കാരാണ്. അതിൽ അവരും സാധാരണ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യന്മാരാണല്ലോ. ആ സീറ്റിലിരിക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. എല്ലാ ഇമോഷൻസും ഉള്ള, എല്ലാ പ്രശ്നങ്ങളും ഉള്ള, എല്ലാ സോഷ്യൽ ലൈഫും ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്തായാലും ബാധിക്കും, വേറെ സംശയമൊന്നുമില്ല. കൺസെപ്റ്റ് അനുസരിച്ച് ബാധിക്കാമെന്ന് മാത്രം. ഓക്കെ, വെറുതെ ചോദിച്ചാൽ അതിന് ആ ദൃശ്യം 3യുടെ കാര്യം സാറ് പറഞ്ഞുകൊണ്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇഷ്യൂ പറഞ്ഞ പോലെ തന്നെ ആരെയും ആർക്കും സോഷ്യൽ മീഡിയയിൽ പ്രതിയാക്കാൻ കഴിയുന്ന ഒരു കാലമാണിത്. കുറച്ച് വാട്സപ്പ് ചാറ്റുകൾ, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാട്സപ്പ് ചാറ്റുകളും കുറച്ച് എഫക്റ്റുകളും, നല്ല രീതിയിൽ ആളുകളെ ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റുന്ന BGMകളും, നല്ല രീതിയിൽ സംസാരിക്കാനും കൂടെ കഴിഞ്ഞാൽ ആർക്കും പ്രതിയാക്കാൻ പറ്റും. അപ്പം ഇതുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്? ശരിക്കും ഇങ്ങനെ ഒരാളെ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ നിയമത്തിന് അത് സാധിക്കുമോ? അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇന്ന് ഈ നിയമത്തിനുണ്ടോ? നിയമത്തിലുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ വെച്ചാൽ നമ്മളുടെ നാട്ടിലൊരു പോപ്പുലേഷനും അതെല്ലാം കൊണ്ട് വെച്ചിട്ട് പോലീസുകാർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ സൈബർ ക്രൈംസ് വരുമ്പോഴും അവർ കൊണ്ട് പറ്റില്ല വെച്ചാൽ അത്രയും നമ്പർ ഓഫ് ക്രൈംസ് കൂടുതലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ ഡിഫെയിം ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾക്കെതിരായിട്ട് എന്തെങ്കിലും വീഡിയോ വന്നതൊക്കെ പറഞ്ഞാൽ അത് പോലീസ് സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ അവർക്ക് 100 കണക്കിന് അല്ലെങ്കിൽ 1000 പരാതിയാണ് എല്ലാ ദിവസവും ഒരു പോലീസ് സ്റ്റേഷനിൽ സൈബർ പരാതികൾ വരുന്നത്. അതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള 1-2 കേസുകൾ അവർക്ക് നോക്കാമെന്നല്ലാതെ ബാക്കിയൊന്നും അവരെ സംബന്ധിച്ച് പ്രാക്ടിക്കലല്ല.
അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഡിഫമേഷനാണ് അതിൽ പ്രധാന ഒരു സംഭവം നടക്കുന്നത്, ആൾക്കാരെ ഡിഫെയിം ചെയ്യുക. അത് പക്ഷേ അവർ സോഷ്യൽ മീഡിയനോട് എത്രമാത്രം റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പം എന്നെ ഡിഫെയിം ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ എങ്ങനെ വിചാരിച്ചാലും നടക്കില്ല. എന്നുവെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ കാണാത്ത ആളാ. എനിക്ക് ടി വി ഇല്ല, പത്രമില്ല, ഒന്നുമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അറിയില്ല. അറിഞ്ഞാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തി ഇപ്പം ഇങ്ങനൊരു വീഡിയോ, ഡീഫമേഷൻ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി സോഷ്യൽ ട്രയലിന് വിധേയനാവുകയാണ്. പിന്നെ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും പുള്ളിയെ ചിലപ്പം പ്രതി പോലും ആയിരിക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് വാട്സപ്പ് മെസ്സേജുകൾ, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു കുറച്ച് പ്രൂഫുകൾ എടുത്തുകൊണ്ട് വന്ന് ഒരാൾക്ക് പ്രതിയാക്കാൻ കഴിയുമല്ലോ. അപ്പം ശരിക്കും ഇതെല്ലാം വളരെ പേടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇപ്പം നമ്മളടുത്ത് ഒരുപാട് പേര് എന്തുപോലെ പരാതിയായിട്ട് വരാറുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സിലുള്ള ആൾക്കാർ, വളരെ സീരിയസ് പൊളിറ്റിക്സിലുള്ള ആൾക്കാർ, സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് നമ്മളടുത്ത് വരാറുണ്ട് ഈ പരാതിയായിട്ട്. അതുപോലെ പലരും ഇങ്ങനെ വീഡിയോസ് അയച്ചു തരാം, അങ്ങനെ ചെയ്തു, ആ വീഡിയോ അയച്ചു, ഇത് മുഴുവൻ ഫേക്കാണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല. എന്നുവെച്ചാൽ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഫ്ലെയർ അപ്പ് ചെയ്യുന്നല്ലാതെ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില കേസിലൊക്കെ നമ്മളൊരു നോട്ടീസൊക്കെ അയക്കും, ഡിഫമേഷൻ നോട്ടീസൊക്കെ അയക്കുമ്പോൾ ചിലർ അതോടെ അവസാനിപ്പിക്കും, ചിലരത് ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കും. ഈ നോട്ടീസ് അടക്കം എടുത്ത് മീഡിയയിൽ വായിച്ചിട്ട് കൂടുതൽ ഡിഫെയിം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെ അവർക്കെതിരെ കേസ് വരികയോ, അല്ലെങ്കിൽ അവർ അതിനെ സംബന്ധിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ കോടതി അവരെ കണ്ടംപ്റ്റ് ശിക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിൻ്റെ ചാനലിൻ്റെ മൈലേജ് കൂടുകയാണ്, അവർക്ക് വ്യൂവർഷിപ്പ് കൂടുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. ഇപ്പം 2 ദിവസം ജയിലിൽ പോയാലും പ്രശ്നമല്ല, അതനുസരിച്ച് ചാനലിൻ്റെ റേറ്റിംഗ് കൂടും. ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് മാറുകയാണ്. അതെ. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒഴിച്ച് ബാക്കിയുള്ള പോപ്പുലേഷൻ, ഈ സാധാരണ ജനങ്ങൾ ഇത് പലതും വിശ്വസിക്കുകയാണ്, 100% വിശ്വസിക്കുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാൽ ഇതൊരു മാനിപ്പുലേറ്റഡ് സ്റ്റോറി ആണെന്നും, അല്ലെങ്കിൽ ഇതൊരു വ്യക്തി വേറൊരു വ്യക്തിക്കെതിരെ ഉണ്ടാക്കുന്നതാണെന്നും യാതൊരു പ്രൂഫ് ഇതിനില്ല എന്നുള്ളതും സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല. അല്ല, അവർക്ക് വേറെ പണിയൊന്നുമില്ല. ജനങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അവരെന്തെങ്കിലും ആലോചിച്ചിട്ടെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിലൊരു സംഭവം നടത്തി, എനിക്ക് ആരുടെയും പേര് പറയാൻ താല്പര്യമില്ല. ഇസ്രയേൽ പാലസ്തീൻ ഇഷ്യൂ, അതിനകത്ത് ഒരു വ്യക്തി ഒരു ഇൻ്റർവ്യൂവിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെ ആ വ്യക്തി ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാലസ്തീൻ സപ്പോർട്ടർ ആണെന്ന് പറയപ്പെടുന്ന വേറൊരു പുള്ളി വളരെ രോഷാകുലനായിട്ട് ഈ ഇസ്രയേൽ സപ്പോർട്ടറിനെ എതിരെയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ഇട്ടാൻ തുടങ്ങി, ലൈവുകൾ വരാൻ തുടങ്ങി. തൊട്ടടുത്ത ദിവസങ്ങളിൽ പുള്ളിയും പുള്ളിയുടെ ഫാമിലിയായിട്ട് സഞ്ചരിക്കുന്ന വണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് ആക്രമിച്ചു എന്നെല്ലാം പറഞ്ഞ്, അപ്പം സോഷ്യൽ മീഡിയയിൽ അത് റിലേറ്റഡ് ആയിട്ട് കമൻറ്റുകൾ വന്നു, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാര്യം കേരളമല്ലേ, അപ്പം എന്തും ആർക്കും സ്വാതന്ത്ര്യത്തോടെ പറയാൻ അവകാശമുള്ളൊരു സ്ഥലമല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്നെല്ലാം വന്ന് കുറച്ച് നാൾ ഈ വീഡിയോയിലെല്ലാം വളരെ മൈലേജായി പോയി. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലായി. അതായത് ഈ പാലസ്തീൻ സപ്പോർട്ടർ എന്ന് പറയുന്ന ആൾ ഈ ചെയ്ത വീഡിയോകളെല്ലാം വളരെ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇതൊരു സൊസൈറ്റിക്കെതിരെയുള്ളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ലേ? ഇതിന് നിയമം സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിലൊക്കെ നിയമത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷേ ഈ സാമുദായിക സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കേസെടുക്കാന്നല്ലാണ്ട് അയാളുടെ ചാനലിൽ എന്തെങ്കിലും റേറ്റിംഗ് കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തെന്ന് വെച്ചിട്ട് അതിലൊന്നും നിയമത്തിൽ ഇടപെടാൻ പറ്റില്ല. അതൊരു ഫിക്ഷനായിട്ട് കണക്കാക്കിയാൽ മതി. ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് ആളുകൾ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഇതൊരു സോഷ്യൽ റൈവൽറി തമ്മിൽ ഉണ്ടാക്കാനും ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. ഉണ്ട്, അതിന് നമ്മൾക്ക് നിയമങ്ങളുണ്ട്. 153A ഇപ്പൊ പുതിയ സെക്ഷൻ എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. IPC 153A എന്ന് പറഞ്ഞതാണ് ഈ സാമൂഹികങ്ങൾ തമ്മിൽ, മതങ്ങൾ, 2 ഗ്രൂപ്പുകൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഒഫൻസുകളുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. പക്ഷെ അതുപോലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പോലീസിന് എല്ലാത്തിനും കേസെടുക്കൽ പ്രാക്ടിക്കലല്ല. എല്ലാ ദിവസവും 100 കണക്കിന് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്, 100 കണക്കിന് പരാതികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മളുടെ ഈ പോപ്പുലേഷന്, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു മീഡിയയുടെ ഒരു ഇത് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ, സൈബർ സ്പേസ് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ലോകമായിട്ട് മാറിയല്ലേ? അതെ. ഇതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു പോലീസിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പോലീസിന്റെ കോടതിയുടെ സ്ട്രെങ്ത് വെച്ചിട്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
നമ്മളെ പോപ്പുലേഷൻ റേഷ്യോ അതുപോലെയാണ്. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. കാര്യം ഒരു കുറച്ച് റീച്ചിന് വേണ്ടിയും കമൻറ്റിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയും ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റിലേക്ക്, ഒരു മതസ്പർദ്ധ അല്ലെങ്കിൽ ഒരു വലിയൊരു വഴക്കിലേക്ക് മാറേണ്ട ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പം എനിക്കറിയില്ല അതിൻ്റെ പുറത്ത് എന്തുണ്ടായെന്നുള്ളത്. അതെ, ഇതെല്ലാം വെറും എന്താ പറയുന്ന ഒരു പിറ്റി ഫോളോവേഴ്സിന് വേണ്ടിയും അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും ഫെയിമിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, മാറുമായിരിക്കാം. ഓക്കെ, അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷന്, ഈ സാധാ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പോലീസ് വേഴ്സസ് CBI വേഴ്സസ് ED ഇതിനെയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നമ്മളുടെ സാധാരണ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് അതിലേക്ക് പോകുന്നത്. ED-യിലല്ല, CBI-യിലാണെങ്കിലും ക്രൈം ബ്രാഞ്ചിലും സാധാരണ പോലീസിൽ നിന്നും വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെ കോമ്പറ്റന്റ് ആയിട്ട് ആൾക്കാരാണ് അതിലേക്ക് പോകുന്നത്. വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിലാണെങ്കിലും ED-ക്കാണെങ്കിലും CBI-ക്കാണെങ്കിലും അവർക്ക് അസൈൻ ചെയ്യുന്ന ഒരു വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കേസസ് മാത്രമേ അവർക്ക് അന്വേഷിച്ചാൽ മതി. അപ്പോൾ അവർക്ക് നമ്പർ ഓഫ് ഓഫീസേഴ്സ് കുറവായിരിക്കും, പക്ഷെ അവർക്ക് കിട്ടുന്ന നമ്പർ ഓഫ് കേസസ് അനുസരിച്ച് വളരെ കുറവാണ്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു വർഷം CBI കൂടി വന്നൊരു 20 കേസ് അല്ലെങ്കിൽ 25 കേസായിരിക്കും ഒരു വർഷം CBI ഫയൽ ചെയ്യുന്നത്. ഇപ്പോൾ എറണാകുളത്താണ് CBI കോടതികളുള്ളത്, ട്രിവാൻഡ്രത്തും ഉണ്ട്. അപ്പോൾ മൊത്തം നമ്പർ ഓഫ് കേസ് എങ്ങനെ പോയാലും ഒരു 50 കേസിൽ കൂടുതൽ ഒരു വർഷം ഒരിക്കലും ഒരു ഫയൽ ചെയ്യണില്ല. പക്ഷേ പോലീസ് ഫയൽ ചെയ്യുന്ന കേസുകളുടെ നമ്പർ നോക്കിയാൽ 10,000 കണക്കിനല്ലേ. ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ തന്നെ ഒരു സ്റ്റേഷനിൽ തന്നെ 1000-1500 കേസൊക്കെ ഒരു ബിസി ആയിട്ടുള്ളൊരു ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1000-1500 കേസ് ഒറ്റ സ്റ്റേഷനിലുണ്ടാവും. അപ്പം അങ്ങനെ വെച്ചാൽ നോക്കുമ്പോൾ 10,000 ഞാൻ പറഞ്ഞില്ലേ, നാർക്കോട്ടിക് കേസ് തന്നെ 22,000 കേസാണ് കഴിഞ്ഞ വർഷം നാർക്കോട്ടിക് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്തത്. അപ്പം അങ്ങനെ തന്നെ കേസിന് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വോളിയം മനസ്സിലായി. ലക്ഷക്കണക്കിന് കേസാണ് ഒരു വർഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ CBI-യോ ക്രൈം ബ്രാഞ്ചോ നോക്കുന്നത് 50-100 കേസുകളാണ് അവർ നോക്കുന്നത്. അപ്പോൾ അവരുടെ വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോസിബിളാണ്. വളരെ എല്ലാ ആംഗിളുകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യുക, മാക്സിമം വിറ്റ്നസിനെ കണ്ടു ചോദിക്കുക, വിറ്റ്നസിന് റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. കേരള പോലീസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടുതൽ ഒരാൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഉണ്ടാവില്ല. CBI-യൊക്കെ തന്നെയല്ല, ഇപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് എവിടെയാണ് നടന്നത്, അവർക്ക് അസൈൻ ചെയ്യുന്ന കേസുകളിൽ അതിനടുത്ത് ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കുന്നു, അവിടെ പോയി താമസിക്കുന്നു, അടുത്ത എല്ലാ വിറ്റ്നസിനെയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, അതിനുശേഷം അടുത്ത സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ വിറ്റ്നസിന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, പിന്നെ വേണ്ടിയത് അടുത്ത ഫർദർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാണ്ട് വീണ്ടും വരുന്നു. അങ്ങനെ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ കേരള പോലീസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും പറ്റില്ല. ഒരു കേസ് പോലും മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ സാർ, നേരത്തെ ഈ സോഷ്യൽ മീഡിയയിലുള്ള കോൺഫ്ലിക്റ്റുകൾ അതിൽ സ്ക്രിപ്റ്റുകൾ പറഞ്ഞില്ലായിരുന്നോ, അതിന് വേണ്ട നിയമങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സാധ്യത ഇല്ല എന്ന്, അത്രയ്ക്ക് പോപ്പുലേറ്റഡ് ആയതുകൊണ്ട്. ഇതുപോലെ തന്നെ റീസെൻ്റ്ലി ഈ ശരിക്കും ആൾദൈവങ്ങൾ 100-110% നമുക്ക് ഉറപ്പാണ് ഇതെല്ലാം ഫേക്കാണെന്നുള്ളതും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾദൈവങ്ങളുടെ ആക്ടിവിറ്റീസ് ഇപ്പം സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇവരുടെ എല്ലാം പോപ്പുലാരിറ്റി വളരെ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി 2-3 ദിവസങ്ങളായിട്ട് ആൾദൈവങ്ങളുടെ പ്രോഗ്രാമുകളാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ, ഇങ്ങനെ ആൾദൈവങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമുകൾക്കെല്ലാം കോടതിക്കോ പോലീസിനോ ഇടപെട്ട് നിർത്താൻ കഴിയുമോ ഇപ്പോഴത്തെ നിയമത്തിന്? അങ്ങനെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? അവരങ്ങനെ നടന്നോട്ടെ വിചാരിച്ചാൽ പോലെ. പക്ഷെ അത് സമൂഹത്തിനുണ്ടാക്കുന്നൊരു ആപത്ത് വളരെ വലുതല്ലേ? അല്ല, ബുദ്ധനും ജീവിച്ചിരുന്ന ആളല്ലേ ആണ്. അത് ആൾദൈവം വരുന്നില്ല. നമ്മൾ കാലങ്ങൾ മുന്നോട്ട് പോയെന്നുണ്ടത് അങ്ങനെ അറിയില്ല, തർക്കിക്കുവാണെന്ന് അറിയില്ല. പക്ഷെ ഇവരുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂസ് വളരെ വലുതല്ലേ? അല്ല, അത് അവരുടെ ഫോളോവേഴ്സിന് അവരെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ബുദ്ധനോ ക്രൈസ്റ്റോ ഒന്നും സ്കൂൾ തുടങ്ങിയിട്ടില്ല, ആശുപത്രി തുടങ്ങിയിട്ടില്ല, പക്ഷെ അവർക്ക് ഇപ്പോഴും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. മറ്റവരെ കൊണ്ട് കാര്യം നടക്കാത്തതുകൊണ്ടാണല്ലോ ആൾദൈവങ്ങളുടെ പുറകെ പോകണം, ജീവിച്ചിരിക്കുന്ന ആളുടെ പുറകെ പോകണം. ഓക്കെ, സാറിൻ്റെ പല മറുപടികളും ഒരു എന്താ പറയുക, അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാൻ പറ്റാത്ത മറുപടികളാണ്. അല്ല, ആൾദൈവങ്ങൾ ഉണ്ടാവുന്നുണ്ട് പേഴ്സണലായിട്ട് എനിക്ക് സന്തോഷമുള്ളൂ. അത് അങ്ങനെ കുറച്ച് ആൾക്കാരങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്നുള്ളതാണ്. പക്ഷെ വഞ്ചിക്കപ്പെടുന്നുണ്ടല്ലോ സാറേ, ഇത് ശരിക്കും ഉള്ളതാണ്. നമ്മളിപ്പം
ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഉപേക്ഷിച്ച് കളഞ്ഞാലും വളരെ വലിയൊരു സമൂഹം ഇവരിൽ ശരിക്കും വിശ്വസിച്ച് ജീവിതം നശിപ്പിച്ച് കളയുന്നുണ്ട്. നശിപ്പിക്കുന്നതിൻ്റെ ആർക്കും കൂടി തോന്നണ്ടേ? എൻ്റെ ആർക്കും കൂടി തോന്നണ്ടേ? എനിക്കറിയില്ല, അത് ചിലപ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ കുറച്ച് പേര് അങ്ങനെ പോട്ടെ, എന്താ കുഴപ്പം? ഇന്ത്യയിലെ നിയമങ്ങൾ ഇപ്പം സാറ് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ പല രാജ്യത്തെയും കോടതി, അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ പ്രൊസീജിയറുകളെല്ലാം അറിയാമായിരിക്കും. ശരിക്കും ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഏത് രാജ്യത്തെ നിയമങ്ങളും ഏത് രാജ്യത്തെ കോടതിയുമാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. ചില അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിമിനൽ ലോനെ സംബന്ധിച്ച് ഇന്ത്യൻ ലോ വളരെ പുറകിലാണ്. ഇപ്പം US UK, USA, ഓസ്ട്രേലിയ, അവരൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവരുടെ ലോ കമ്മീഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെൻറ്റ്സ് നോക്കുമ്പോൾ അറിയാം. നമ്മളെപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞൊരു 300 കൊല്ലം പുറകിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ കൺസിഡറേഷൻസ്. നമ്മൾ ഒരിക്കലും അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോലെ ഒരിക്കലും നമ്മൾ ഇന്ത്യൻ ലോ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിന് യാതൊരു സംശയമില്ല. നമ്മൾ പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ അവരുടെ ചാനലുകളിൽ എത്തുമ്പോഴേക്കും അവരടുത്തൊരു 300 കൊല്ലം മുമ്പിലേക്ക് പോയിട്ടുണ്ടാവും. അത് പക്ഷേ പറഞ്ഞ പോലെ കളക്റ്റീവായിട്ട് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ്. നമ്മുടെ പാർലമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സുപ്രീം കോടതിക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്, പോലീസ് ഓഫീസർ, എല്ലാവരും കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ് ഈ ഒരു കാര്യത്തിൽ. ഇത്രയും പുറകിൽ നമ്മൾ നിയമം നിൽക്കുന്നതിന്. ഇപ്പം ഇംഗ്ലീഷ് സിനിമകളിലെല്ലാം എനിക്ക് ആകെ ഇത് അറിയാവുന്ന ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ സീരിയസുകൾ കാണുമ്പോൾ ഇപ്പം ഒരു വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം ലോയർ വന്നിട്ടേ പുള്ളി സംസാരിക്കൂ എന്ന് പറയുന്ന പല സീനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു അഡ്വക്കേറ്റിന് പുറം രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അത്രയും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് വേറെ രാജ്യങ്ങളിൽ. അല്ല, അത് നമ്മളെ നിയമങ്ങളിലുണ്ട്. ഇത് ഇപ്പം ഈ വക്കീല് വരുമ്പോൾ വക്കീല് വരുന്നവരെ അവർക്ക് ഉണ്ടായിരിക്കാനുള്ള റൈറ്റ്, അവർ പറയുന്ന കാര്യങ്ങൾ അവർക്കെതിരെ ഉപയോഗിക്കാതിരിക്കാനുള്ള റൈറ്റ്, അങ്ങനെയുള്ള ഇതെല്ലാം 1966 വരുന്ന മിറാൻഡ റൂൾസിലാണ് വരുന്നത്. US എന്നുള്ള കേസിൽ മിറാൻഡ വേഴ്സസ് അരിസോണ എന്നുള്ള കേസിലാണ് അത് വരുന്നത്. അത് ആ കാലം മുതൽ നമ്മൾ ഇന്ത്യൻ ലോയിൽ എത്രയോ കേസുകളിൽ അത് ജസ്റ്റിസ് VR കൃഷ്ണയടക്കമുള്ള എത്രയോ പേര് ആ ജഡ്ജ്മെൻറ്റ്സിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരള ഹൈക്കോടതി എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ മാത്രമേ മിറാൻഡ റൂൾസിനെ കുറിച്ച് ആ കേസിനെ കുറിച്ച് റെഫർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഞാൻ കാണാത്ത കേസുകൾ ചിലപ്പോൾ ഉണ്ടാവട്ടെ, ഞാൻ കണ്ടിട്ടുള്ളതിൽ അദ്ദേഹത്തിൻ്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതൊന്നും നമ്മളുടെ നിയമത്തിൽ അറിയാഞ്ഞിട്ടല്ല. 1966 എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് എത്ര 50-60 കൊല്ലമായില്ലേ. അതിനു മുമ്പ് അവിടെ ഫ്രെയിം ചെയ്ത റൂൾസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോളോ ചെയ്യാനില്ല. നമ്മൾക്ക് അറിയാഞ്ഞിട്ടല്ല. നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മുടെ കേരള റൂൾസ് ഓഫ് പ്രാക്ടീസ് എന്ന സാധനമുണ്ട്. അതിൽ ഈ മിറാൻഡ റൂൾസിൻ്റെ റിഫ്ലക്ഷൻസ് റൂൾസ് ഓഫ് പ്രാക്ടീസിൽ കാണാം. അപ്പം നമ്മൾ നിയമത്തിലുണ്ട്, ഇല്ലയെന്നല്ല, ഉണ്ട്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളുടെ പാർലമെൻറ്റിന് നമ്മളുടെ കോടതികളിൽ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് വന്നു കഴിഞ്ഞിട്ട് പോലീസിനോട് സംസാരിച്ചാൽ മതി എന്നുള്ള നിയമം ഇന്ത്യയിലുണ്ട്. തിയറട്ടിക്കലി പോസിബിൾ ആണ്. ലീഗൽ അഡ്വൈസ് കിട്ടുന്നവരെ അയാൾക്ക് സൈലന്റ് ആയിട്ടിരിക്കുക. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പ്രാക്ടിക്കലി പോസിബിൾ ആണോ? പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈ പറഞ്ഞ പോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു വീഡിയോ റെക്കോർഡും ചെയ്ത് എൻ്റെ അഡ്വക്കേറ്റ് വന്നിട്ടേ ഞാൻ സംസാരിക്കൂ എന്നൊരു വ്യക്തിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇന്ത്യയിൽ? തിയറട്ടിക്കലി ഉണ്ട്. വക്കീലിൻ്റെ പ്രസൻസിൽ വേണം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള തിയറട്ടിക്കലി പോസിബിൾ ആണ്. പക്ഷേ പലപ്പോഴും കോടതികൾ അത് ഇപ്പോൾ ചില കേസുകളിലൊക്കെ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വക്കീലിൻ്റെ പ്രസൻസിൽ വേണം ചെയ്യാനെന്നും റെക്കോർഡ് ചെയ്യണമെന്നും പറയാറുണ്ട്. പക്ഷേ വക്കീലിൻ്റെ പ്രസൻസ് എന്ന് വെച്ചാൽ വക്കീലിനെ വിസിനിറ്റിയിൽ ഇരിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ, ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ വക്കീൽ ഒരു ഗ്ലാസ് ഡോറിൽ വേണമെങ്കിൽ ഇപ്പുറത്തിരുത്താൻ പറയാം. അതായത് ടോർച്ചർ ഒഴിവാക്കാനായിട്ട്, ഫിസിക്കൽ ടോർച്ചർ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ അതിൽ കോടതി ഇടപെടാറുണ്ട്. പക്ഷേ ക്വസ്റ്റിങ്ങിൽ മാനർ ഓഫ് ക്വസ്റ്റിങ്ങിൽ വക്കീൽ ഇടപെടാൻ പാടില്ല, വക്കീൽ ആൻസർ സപ്ലൈ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അത് പക്ഷേ എനിക്കൊന്നും അവിടെയും പറ്റില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പർപ്പസ് ഇത്രേ ഉള്ളൂ, ടോർച്ചർ ഒഴിവാക്കുക, ഫോഴ്സ്ഫുള്ളായിട്ട് ആൻസേഴ്സ് എലിസിറ്റി ആയിരിക്കുക, കൺഫെഷൻസ് എലിസിറ്റി ആയിരിക്കുക. അതാണ് ഇതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ്. അതാണ് ഒരു പോലീസിന് ഏറ്റവും പവർ ഉള്ളത് പോലീസ് സ്റ്റേഷനിലും വക്കീലിന് ഏറ്റവും പവർ ഉള്ളത് കോടതിയിലുമാണല്ലേ? അതെ. ഒരു അഡ്വക്കേറ്റിന് പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ പവറുകളുണ്ട്? ഞങ്ങളതിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാറില്ല, ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പോകാനുള്ള റൈറ്റും ഇല്ല. വക്കീലിന് കോടതിയിൽ കേസ് നടത്താൻ വേണ്ടി മാത്രമേ റൈറ്റുള്ളൂ. പിന്നെ വല്ല കമ്മീഷൻ, കോടതിയിലെ കമ്മീഷൻ നിയോഗിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊക്കെ പോകാമെന്നല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു കാര്യമില്ല വക്കീലന്മാർക്ക്. ഒരു വക്കീൽ ഏറ്റവും കൂടുതൽ കേസ് തോക്കാനുള്ളൊരു
പ്രൈം ഫാക്ടർ എന്തായിരിക്കും? അത് നമ്മളുടെ കേസ് മോശമാണെങ്കിൽ എന്തായാലും നോക്കും. ഒരു മോശം കേസ് ജയിക്കുക എന്നുള്ളത് ജയിച്ചാൽ ഒരു ഭാഗ്യം വിചാരിച്ചാൽ മതി. മിക്കവാറും കേസുകൾ മോശം കേസായിരിക്കുമല്ലോ. അതുകൊണ്ട് കേസുകൾ തോക്കുക എന്നുള്ളത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വല്ലപ്പോഴും ഒരു കേസ് ഒരു വക്കീൽ ജയിക്കുമ്പോൾ നമ്മൾ അറിയുന്നു. അതറിയുന്ന അയാൾ ഒരു കേസ് ജയിക്കുമ്പോൾ അയാൾ അറിയുന്നത് 100 കേസ് തോറ്റതിന് ശേഷമായിരിക്കും. തോറ്റ കേസുകളെ കുറിച്ച് ആരും പറയാറില്ല, അതുകൊണ്ട് അറിയുന്നില്ല എന്ന് മാത്രം. 1000 കേസ് തോക്കുമ്പോഴേ ഒരു കേസ് ജയിക്കുകയുള്ളൂ. 1000 കേസ് തോക്കുമ്പോഴേ ഒരു കേസ് ജയിക്കുകയുള്ളൂ. 1000 കേസ് തോറ്റാലേ അഡ്വക്കേറ്റിന് ആ ഒരു കേസ് ജയിക്കാനുള്ള എക്സ്പീരിയൻസ് കിട്ടൂ, അല്ലെ അറിവ് കിട്ടും. അതെ, ജയിക്കുന്ന കേസുകളിൽ നമ്മളൊന്നും പഠിക്കില്ല, തോക്കുന്ന കേസുകളിൽ നിന്ന് മാത്രമേ പഠിക്കുകയുള്ളൂ. സിനിമയിലെല്ലാം ഏറ്റവും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ജസ്റ്റിസ് ഈസ് സെർവ്ഡ് എന്നുള്ളത്. ശരിക്കും എപ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ സാധിക്കുക, ജസ്റ്റിസ് ഹാസ് ബീൻ സെർവ്ഡ് എന്ന്? അത് കേസിൻ്റെ അനുസരിച്ചിരിക്കുമല്ലോ. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നതായിരിക്കും നിയമം നടപ്പായി എന്ന് പറയുന്നത്. ഒരു നിരപരാധിയെ വെറുതെ വിടുമ്പോഴായിരിക്കും നിയമം നടപ്പായി എന്ന് പറയുന്നത്. അത് ആ ഫാക്ട്സിനനുസരിച്ചിരിക്കും. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ജഡ്ജ് ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്നത്? അത് ജഡ്ജിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം പഠിച്ചിട്ടുള്ള ഈവൻ കോളേജിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ എക്സ്പീരിയൻസ്, പിന്നെ കോടതിയിൽ വന്നിട്ടുള്ള തെളിവുകളുടെ എങ്ങനെ വാല്യുവേറ്റ് ചെയ്യണമെന്നനുസരിച്ചിരിക്കുക. ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ ഉണ്ട്. വക്കീലിൽ എങ്ങനെയാണ് കേസ് പ്രസൻറ്റ് ചെയ്തത്, കോടതിയിൽ സാക്ഷികൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, കോടതിയിൽ പ്രതി എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു അലിഗേഷൻ ഉണ്ടായി, അപ്പം എന്തെങ്കിലും ന്യൂസ് ചാനലിൽ വരുന്നു, എപ്പോഴാണ് ഒരു വ്യക്തിയെ ക്രിമിനൽ എന്ന് വിളിക്കേണ്ടത്? ക്രിമിനൽ എന്ന് വിളിക്കുന്നത് അത് നമ്മൾ 2 തരത്തിലാണ്. ക്രിമിനൽ കേസുകൾ ശരിക്കും 2 തരത്തിലാണ്. ഒന്ന് നമ്മൾ ഫെലനീസ് എന്ന് പറയും, അതായത് സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ, ഇപ്പോൾ തെഫ്റ്റ്, റോബറി, മർഡർ, റേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫെലനീസ് എന്ന് പറയുന്നത്. അതിൽ പെടുന്ന ആൾക്കാരാണ് നമ്മൾ സാധാരണ ക്രിമിനൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർ ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഒഫൻഡേഴ്സ് എന്നാണ്. ഇപ്പോൾ ട്രാഫിക് വയലേറ്റ് ചെയ്യുന്ന ഒരാൾ, അയാളൊരു ക്രിമിനൽ നമ്മൾ പറയുന്നത് ശരിയല്ല, ആ ടേം തന്നെ ശരിയല്ല. അയാൾ ട്രാഫിക് ഒഫൻഡറാണ്. അയാൾ ടാക്സ് കൊടുക്കാതിരിക്കുന്നത്, അയാൾ ടാക്സ് ഒഫൻഡറാണ്. ക്രിമിനൽ എന്ന് പറയുന്നത് കൺവെൻഷണൽ ഫെലനീസ് ചെയ്യുന്ന ആൾക്കാരാണ് ക്രിമിനൽസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ ചെയ്യുന്ന, അത് പ്രത്യേകിച്ച് നിയമമൊന്നും ഇല്ലെങ്കിലും ശിക്ഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് ഇതല്ല. ഇപ്പം മോഷണം അല്ല, അത് കോടതി സ്റ്റേറ്റ് ചെയ്യണ്ടേ ആ വ്യക്തി ക്രിമിനൽ ആണെന്നുള്ളത്? ഇല്ല, കോടതി ഒരിക്കലും അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാറില്ല. പ്രിസണർ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ഒഫൻഡർ, അല്ലെങ്കിൽ പ്രതി, അല്ലെങ്കിൽ അക്യൂസ്ഡ്, അല്ലെങ്കിൽ പ്രിസണർ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കും. ക്രിമിനൽ എന്നുള്ള വാക്ക് ഒരിക്കലും ഉപയോഗിക്കില്ല. അല്ല, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കോടതി തീരുമാനിക്കുന്നതിന് മുന്നേ ന്യൂസ് ചാനലുകളിൽ ഒരാളെ ക്രിമിനൽ എന്ന് ഒരു ജേർണലിസ്റ്റിന് വിളിക്കാൻ കഴിയുമോ? അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്ത ക്രൈമിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇപ്പൊ ബണ്ടി ചോർ അതുപോലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ക്രിമിനലിനെ അയാളെ ലേബൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, ചില അറിയില്ലല്ലോ, നമുക്ക് ഫേക്ക് ന്യൂസ് ആണോ എന്താണെന്നും ഒന്നും അറിയില്ലല്ലോ. കുറച്ച് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി, ചിലപ്പം ആ വ്യക്തി ക്രിമിനൽ ആയിരിക്കണമെന്നില്ല, കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കോടതി പറയുന്നവർ ആ വ്യക്തി ക്രിമിനൽ അല്ല എന്നാണ് ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോയിലൊക്കെ കേട്ടത്. അതല്ല, ചില ക്രിമിനൽ എന്നുള്ള വാക്കിൻ്റെ കുറിച്ച് ഞാൻ പറയുന്നത്. ക്രിമിനൽസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ക്രൈം ചെയ്യുന്നവരാണ് ക്രിമിനൽസ് എന്ന് പറയുന്നത്. മറ്റുള്ള ആൾക്കാരെ ഒഫൻഡേഴ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ആ വാക്ക് അതാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക്. ഇനി സാറിനോടുള്ള കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് എന്തെങ്കിലും ലൈഫ് ത്രെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. ശരിക്കും ക്രിമിനൽ ലോയേഴ്സിന് ലൈഫ് ത്രെറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ടാകാറുണ്ട്. അപൂർവമായിട്ടാണെങ്കിലും ഉണ്ടാകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഗ്രൂപ്പുകൾ തമ്മിലുള്ള കേസുകൾ, പൊളിറ്റിക്കൽ മർഡേഴ്സ്, അങ്ങനെയുള്ളതിലൊക്കെ ലോയേഴ്സിന് തൊട്ടുണ്ടാകാറുണ്ട്. നിയമത്തിൽ വരണമെന്ന് തോന്നിയ ഏറ്റവും വലിയ മാറ്റം എന്താ? മാറ്റം എന്ന് പറയുന്നത്, ഈ മറ്റു രാജ്യങ്ങളിലെ പോലെ ഓരോ ജഡ്ജ്മെന്റിന് ശേഷവും അവർ റെക്കമെൻഡേഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് പാർലമെന്റ് അത് കൺസിഡർ ചെയ്തിട്ടാണ് അടുത്തൊരു റിവൈസ് നടത്തുന്നത്. പല രാജ്യങ്ങളിലും 10 കൊല്ലം 15 കൊല്ലം കൂടുമ്പോൾ അവർ റിവിഷൻസ് നടത്താറുണ്ട്, നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ നടത്താറുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിൽ അങ്ങനൊരു പ്രാക്ടീസ് ഇല്ല. അത് തന്നെ പറഞ്ഞത് 1860 ചെയ്ത നിയമം തന്നെയാണ് ഇത്രയും 150 കൊല്ലം കഴിഞ്ഞിട്ടും അവർ യാതൊരു മാറ്റം വരുത്താണ്ടാണ് ആ നിയമങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സംവിധാനം നിർത്തിയേ പറ്റൂ. അതായത് ഈ പാർലമെൻറ്റിലിരിക്കുന്ന ആൾക്കാരുടെ അവരാണ് ഇതൊക്കെ നോക്കേണ്ടത്. അത് അവർ യാതൊരു താല്പര്യം കാണിക്കുന്നില്ല. ഈ ഓരോ നിയമങ്ങൾ ഇറങ്ങുമ്പോൾ എന്താണെന്ന് പോലും അറിയാണ്ടാണ് അവിടെ നിന്ന് പാസ്സായി വരുന്നത്.
അപ്പം ഇത് സമഗ്രമായിട്ടൊരു മാറ്റമാണ് വേണ്ട. ചിലത് നമ്മളെ പാർലമെന്റിലേക്ക് വിടുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് മുതൽ തുടങ്ങണം. മറ്റു രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ വെറുതെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ നിന്നിട്ടല്ല ഈ പാർലമെന്റിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത് പല രാജ്യങ്ങളിലും ലോ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ബേസ്ഡ് ഓൺ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് അങ്ങനെയാണ് ഒരു ഉണ്ടാക്കുന്നത്. ആ റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കിയിട്ട് റെക്കമെൻഡേഷൻസ് അയക്കുന്നത് മിക്കവാറും കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ലോ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് അവർ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. പാർലമെന്റ് ആക്സെപ്റ്റ് ചെയ്യുക. വളരെ അപൂർവം കേസുകളിൽ ഡിസ്കസ് ചെയ്തിട്ട് ചില നിയമങ്ങൾ വേണ്ടാന്ന് വെക്കും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ വെറുതെ തോന്നുന്നു നിയമങ്ങൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ഇത് കൊണ്ടുവരിക, അത് പാസ്സാക്കുക, എന്നിട്ട് കോടതി അത് ശരിയല്ല എന്ന് പറയുക. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ നടക്കുന്നവരെ. പക്ഷെ അതുകൊണ്ട് വക്കീലന്മാരെ സംബന്ധിച്ച് ഗുണമാണ്. ഇത് നിയമം എത്ര മോശമായിരിക്കുന്നു, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു, അതാണ് വക്കീലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിയമം സിമ്പിളാകും തോറും നാട്ടുകാർക്കും പോലീസുകാർക്കും ജഡ്ജസിനും പ്രോസിക്യൂട്ടേഴ്സിനും എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലായാൽ വക്കീലന്മാരുടെ റിലവൻസ് കുറയും. അതുകൊണ്ട് നിയമം എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു, എത്രമാത്രം മോശമായിരിക്കുന്നു, അതാണ് വക്കീലിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ശരിക്കും ജീവിക്കാൻ സേഫായിട്ടൊരു രാജ്യമാണോ? ഒരു സംശയമില്ല, സേഫാണ്, കമ്പാരിറ്റീവ്ലി സേഫാണ്, പ്രത്യേകിച്ച് കേരള. അല്ല, ഈ പറഞ്ഞ കോംപ്ലിക്കേഷനെല്ലാം കേൾക്കുമ്പം ഉള്ളിനുള്ളിലൊരു പേടിയുണ്ടല്ലോ. അല്ല, സൈബർ സ്പേസ് അത് സേഫ് അല്ല. സൈബർ നമ്മൾ സൂക്ഷിച്ചില്ല തന്നെ, ഈവൻ ബാങ്ക് അക്കൗണ്ട് അടക്കം എല്ലാം പോകും. സംസാരിച്ച പല ടോപ്പിക്കുകളും കേൾക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തി ചിലപ്പോൾ ഒരു പ്രതിയായി മാറാം. തെറ്റ് ചെയ്തൊരു പ്രതിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. ഒരു സേഫ്റ്റി കുറവ് ഉണ്ടോ എന്നൊരു തോന്നല് ഇത് കേട്ടപ്പോൾ തോന്നിയതാണ്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ കേസിൽപ്പെടുന്ന അങ്ങനെ സംഭവം ഉണ്ടാകാറില്ല. എന്തെങ്കിലും അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എന്നിട്ട് പിന്നെ യഥാർത്ഥ പ്രതി രക്ഷിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു തെറ്റും ചെയ്യാത്ത 100% നിരപരാധിയായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ കേസിൽപ്പെടുത്തുന്ന സംഭവം ഉണ്ടാവില്ല. പിന്നെ നിവൃത്തിയില്ലാണ്ട് ചെയ്ത കേസുകളൊക്കെ ഉണ്ട്. ഒരു ഞാൻ തന്നെ നടത്തിയൊരു കേസാണ്. അതിൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും അറിയില്ല ആരാണെന്ന്. അത് ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷറൊക്കെ ഉണ്ടായിട്ട് സമാനമായിട്ടുള്ള കേസ് ചെയ്ത ഒരാളെ അതിൽ കേസിൽ പ്രതിയാക്കുക ചെയ്തത്. കേസ് വെറുതെ വിട്ടുപോയി. അപ്പം അങ്ങനെ വളരെ റയറായിട്ട് സംഭവിക്കാറുണ്ട്. പൊളിറ്റിക്കൽ പ്രഷർ വല്ലാണ്ട് പ്രഷർ വരുമ്പോൾ ചില ആൾക്കാരെ കയറ്റി പ്രതിയാക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം കുറച്ചുകൂടെ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? വളരെ സേഫാണ്. എന്തുകൊണ്ടായിരിക്കും അത്? എനിക്കാണ് നമ്മളുടെ ഇപ്പം ഇവിടെ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ വയലൻസിൻ്റെ നേച്ചർ നോക്കിയാൽ മതി. നമ്മളുടെ നാട്ടിലെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പൊളിറ്റിക്കൽ മർഡറിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഇൻഫ്ലിക്റ്റ് ചെയ്യാറുണ്ട്. അല്ലാത്തതിലും വല്ല ഇടിച്ചു ചവിട്ടി അല്ലെങ്കിൽ ഒരു കുത്തി 2 കുത്തി അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന കേസുകളിലെ വയലൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടലാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അവരുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്രിമിനൽ ബിഹേവിയറുള്ള ആളുകളിലെ ഇൻഹറൻ്റ് ആയിട്ടുള്ള വയലൻസാണ്. അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ നമ്മളുടെ നാട്ടിലെ ആളുകളിൽ കാണാറില്ല. മേ ബി നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ വ്യത്യാസമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ വയലൻസ് കാണാത്തത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെയല്ല. വയലൻസ് പറഞ്ഞാൽ കംപ്ലീറ്റ് വയലൻസാണ്. ഒരാളെ 1 അടിയോ 2 അടിയോ ഓടിച്ചിട്ടില്ല കൊല്ലുന്നത്. കൊന്നു കഴിഞ്ഞാലും മരിച്ച ആളെ അടിച്ച് നിരപ്പാക്കി നശിപ്പിച്ചിട്ടാണ് ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരാൾ പോകുന്നത്. അങ്ങനൊരു വയലൻസ് ഒരിക്കലും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഹറൻ്റ്ലി വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ഇടയിൽ വളരെ കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈവൻ ഇപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം 2 വർഷം ഇംഗ്ലണ്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചാൽ നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന പാർക്കുകളിൽ പോലും എത്ര വയലൻ്റ് ആയിട്ടാണ് യങ്സ്റ്റേഴ്സ് നടക്കുന്നത്. ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും അങ്ങനെയൊന്നും ഒരിക്കലും നമ്മളുടെ ഇവിടെ നാട്ടിൽ കാണില്ല. നമ്മൾ പോലീസുകാരെ പേടിച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾക്ക് അങ്ങനൊരു കൾച്ചറില്ല നമ്മളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ മറ്റു രാജ്യങ്ങളിൽ കാണുന്ന പോലെ. എനിക്ക് തോന്നുന്നു മേ ബി സ്കോട്ട്ലൻഡായിരിക്കും ഏറ്റവും, അവിടെ UK ഏറ്റവും കുറച്ച് വയലൻസ് കാണുന്നത് സ്കോട്ട്ലൻഡിലായിരിക്കും. ഇംഗ്ലണ്ടൊക്കെ വളരെ മോശമല്ലേ. ഈ നിയമം നടപ്പാക്കാൻ നേരത്ത് റിലീജിയൻ അതിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? നിയമം നടപ്പാക്കേണ്ടത് തന്നെയാണ്, അതിന് സംശയമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അനുസരിച്ചിട്ട് അത് മാറുന്നതനുസരിച്ചിട്ട് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മതങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്ലുവൻസും അതിൻ്റെ ഇമ്പാക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ചതുർവർണ്ണയം അംഗീകരിച്ചിരുന്ന സാധനമല്ലേ, ഇപ്പം നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പം അതിങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുക, അത് യാതൊരു സംശയമില്ല.
പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റിലീജിയസ് പ്രാക്ടീസ്, പ്രത്യേകിച്ച് ഒരു റിലീജിയസ് പ്രാക്ടീസിനുള്ളിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് അത് ആ റിലീജിയനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്വത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചോ കോടതികൾക്ക് അതിൽ ഇടപെടാം, അതിൽ കൺട്രോളൊക്കെ ആകാം. പക്ഷേ റിലീജിയസ് ഫീലിങ്സിനെ സംബന്ധിച്ചുള്ള സാധനം വരുമ്പോൾ അത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അത് കോടതികൾ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ആ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആ ബിലീവറിൻ്റെ ബിലീഫിന് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ യാതൊരു സംശയമില്ല. സോ അപ്പം നിയമത്തിന് മേളിലാണ് റിലീജിയസ് ഫീലിങ്സ്. ചിലത് ഭക്തിയാണല്ലോ. ഭക്തിയിൽ കോടതി ഇടപെടുമ്പോൾ അത് ഒരു ഭക്തൻ്റെ ഒരു ഓട്ടോണമിയാണ്. അതിൽ കോടതി ഇടപെടുന്നത് കോടതിയുടെ മൊറാലിറ്റി അനുസരിച്ചിട്ടായിരിക്കരുത്. അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. അത് മാറണമോ വേണ്ടയോ? അത് മാറണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ അങ്ങനെ ഒരു ഭക്തനല്ല, ഒരു സീസണിൽ ഭക്തനല്ല. പക്ഷെ എന്നാലും മറ്റൊരാളുടെ ഭക്തിയിൽ, ഒരാളുടെ ബിലീഫിൽ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇൻ്റർഫിയർ ചെയ്യുന്ന ആർക്കും ഒരു അവകാശമില്ല, അധികാരമില്ല. അല്ല, നിയമത്തിന് കടന്നു വരണമെങ്കിൽ അല്ല, നിയമത്തിന് എങ്ങനെ കടന്നു വരും? നിയമം കടന്നു വരുന്നത് മനുഷ്യരിൽ കൂടിയല്ലേ, ജഡ്ജസിൽ കൂടിയാണല്ലോ നിയമം കടന്നു വരുന്നത്. ഒരു ഹിന്ദു ഭക്തനെ സംബന്ധിച്ച് ആ സെയിം ഭക്തി അല്ലെങ്കിൽ ആ സെയിം റിലീജിയൻ ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് പറയാനെന്താ, മറ്റൊരു ജഡ്ജിന് പറയാനെന്താ അധികാരമുള്ളൂ? കടന്നു വന്നൊരു കാലമാണ് ഇപ്പം. പുതിയ പുതിയ അപ്ഡേഷനുകൾ. ഇപ്പം നിങ്ങളുടെ കോടതി പ്രൊസീജിയേഴ്സ്, നിയമങ്ങളിലെല്ലാം എയുടെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും ഇൻ ഫ്യൂച്ചർ? ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ക്ലയൻസ് മീറ്റിംഗ് സംസാരിക്കാനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ കേസ് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ട്വിൻ മൈൻഡ് എന്ന് പറയുന്ന സാധനമാണ്. അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്ലയൻറ്റ് വന്നിട്ട് ഏത് ഭാഷയിലും, മലയാളത്തിൽ പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെന്ത് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ ആപ്പ് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് അത് കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സമ്മറി തരാൻ പറഞ്ഞാൽ കംപ്ലീറ്റ് സമ്മറി തരും. പിറ്റേ ദിവസം ഒരു ദിവസം അത് ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് അടക്കം അത് റിഫൈൻ ചെയ്ത് തരും. അപ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരു കേസ് ആർഗ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആർഗ്യുന്ന സമയത്ത് അത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ആർഗ്യുമെൻറ്റ് നോട്ട്സ് തയ്യാറാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വിതിൻ 1 hour അല്ലെങ്കിൽ 1 hour വേണ്ട, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ സമ്മറി തരും. കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ കംപ്ലീറ്റ് ഡിസിഷൻസ് അടക്കം തരും. അപ്പോൾ അത് ആർഗ്യുമെൻറ്റ് നോട്ട്സ് ആയിട്ട് കൊടുക്കാനായിട്ട് അത് മതി. അപ്പോൾ വളരെ 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 യൂസ്ഫുള്ളാണ്. എന്താണ് ഫ്യൂച്ചറിലേക്ക് കാണുന്ന അടുത്തൊരു അപ്ഡേറ്റ് വെച്ചാൽ ജഡ്ജസ് എന്തായാലും ഇത് ഉപയോഗിക്കും. അവരോട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാതെ പറ്റില്ല. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് വളരെ വോളിമിനസ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉള്ള കേസുകൾ വരുമ്പോൾ ഈ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി ഫ്യൂച്ചറിൽ അവർ ആർഗ്യുമെൻറ്റ്സ് ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. അതിന് യാതൊരു സംശയമില്ല. നമ്മളൊരു 2 അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു 4 ദിവസം കേസ് ആർഗ്യൂ ചെയ്തു. ഈ കേസ് ആർഗ്യൂ ചെയ്യുന്ന മുഴുവനും എല്ലാം അവർ നോക്കി എല്ലാം ശ്രദ്ധിച്ച് എല്ലാത്തിനും നോട്ട്സ് എഴുതി എടുക്കുക എന്നുള്ള പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് നമ്മളോട് ആർഗ്യുമെൻറ്റ് നോട്ട്സ് എഴുതി കൊടുക്കാൻ പറയും. നോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ നോട്ട്സ് എയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1-2 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് അവർ തരും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി മുതൽ ജഡ്ജ്മെൻറ്റ് എഴുതുക. അത് മാത്രമല്ല, അങ്ങനെ ജഡ്ജ്മെൻറ്റ്സ് എഴുതാനായിട്ട് ജഡ്ജസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള പ്രീസിഡൻസ്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് അതൊന്നും അവർ മിസ് ചെയ്യില്ല. എല്ലാം അവർക്ക് ഫിംഗർ ടിപ്പിൽ കിട്ടും. പക്ഷേ അത് അവസാനം ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് അതിലൊരു ഹ്യൂമൻ എലമെൻ്റ് എപ്പോഴും ഉണ്ടാവും. ആ ഹ്യൂമൻ എലമെൻ്റ് ഒരിക്കലും പോകരുത്, അത് പോകാനും പറ്റില്ല. അതൊരു സ്ട്രൈറ്റ് ജാക്കറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ഒരു ഹ്യൂമൻ എലമെൻറ്റ്. ഞാൻ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരാൾ പറയുകയാണ് ഞാൻ പെട്ടെന്നൊരു പ്രൊവോക്കേഷനിൽ ചെയ്തു പോയതാണ്. ഇപ്പോൾ ഒരാളെ കുത്തി അല്ലെങ്കിൽ വെട്ടിയതാണ് കേസ്. അയാൾ പറഞ്ഞാൽ പെട്ടെന്ന് പ്രൊവോക്കേഷനിൽ ചെയ്തു പോയതാണ്, സഡൻ പ്രൊവോക്കേഷനിൽ ചെയ്തു പോയതാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ സമയത്ത് ഹ്യൂമൻ എലമെൻ്റാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ അയാളുടെ ചെയ്തു പോയി എന്ന് പറയുന്ന ആളുടെ ചൈൽഡ്ഹുഡ് മുതൽ അയാളുടെ പേരൻസ് ആരായിരുന്നു, അയാൾ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് വളർന്നത്, എന്ത് എഡ്യൂക്കേഷൻ അയാൾക്ക് കിട്ടിയത്, അയാളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അയാളുടെ റിലീജിയൻ എന്തായിരുന്നു, അയാൾ കഴിക്കുന്ന ഫുഡ് എന്താണ്, അയാൾ അന്ന് കഴിച്ച ഫുഡ് എന്താണ്, അങ്ങനെ ഒരുപാട് എലമെൻസിൽ കൂടിയിട്ടാണ് അയാളുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അയാളുടെ ഒരു ആക്ഷൻ വരുന്നത്. അതെല്ലാം ഹ്യൂമൻ എലമെൻ്റാണ് ഉള്ളത്. ആ ഹ്യൂമൻ എലമെൻറ്റ് എപ്പോഴും ജഡ്ജ്മെൻറ്റ്സിൽ ഉണ്ടാകണം. അപ്പം അതൊരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. അത് ഡ്രാഫ്റ്റിംഗ് ഇനി മുതലുള്ള കേസുകളിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട കേസുകളിൽ അപ്പീലാണെങ്കിലും പ്ലീഡിങ്സ് ആണെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്യുന്ന മുഴുവനും ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ജഡ്ജ്മെന്റുകൾ ശരിയായി മാറാനുള്ള ചാൻസുകൾ കൂടുതലല്ലേ? കുറച്ചുകൂടി കറക്റ്റ്നെസ് കൂടും, സ്പീഡാവും.
ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഈ AI ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ AI ഉപയോഗിച്ചിട്ട് തന്നെ അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ആ മാറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫിസിക്കലായിട്ട് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഓക്കെ. ഇത് തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ ഫിൽറ്റർ ചെയ്ത് തരും. ജഡ്ജിനെ റീപ്ലേസ് ചെയ്യുമോ? റീപ്ലേസ് ചെയ്യാവുന്നതാണ്, ഒരു പരിധിവരെ ചെയ്യാവുന്നതാണ്. ക്രിമിനൽ കേസിൽ എത്രയും പറ്റുമെന്ന് എനിക്കറിയില്ല. ക്രിമിനൽ കേസിൽ പറഞ്ഞാൽ അതിൽ ഹ്യൂമൻ എലമെൻ്റ് ഉള്ളതുകൊണ്ട് ചില ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒരുപാട് ബ്രാഞ്ചസിൽ പറ്റും. ഇപ്പം ഈ നേരത്തെ പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, അങ്ങനെയുള്ളതിലൊക്കെ ഈസി ആയിട്ട് AI വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഏതൊക്കെ ഇൻപുട്ട് കൊടുക്കണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി ഹ്യൂമൻ, ബാക്കിയെല്ലാം അതിൽ ചെയ്തു തരാം. ശരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരു അഡ്വക്കേറ്റിൻ്റെ? നേരത്തെ പറഞ്ഞില്ലേ, ഒരു വർക്ക് ലൈഫ് ബാലൻസും ഇല്ലാത്തൊരു ജീവിതമാണ്. എങ്ങനെയാണത് പറയാൻ പറ്റുമോ? അല്ല, ഈ പറഞ്ഞ പോലെ ഒരു കേസ് പഠിക്കുമ്പോൾ അത് അക്കാഡമിക്കായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക, അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് നോക്കുക, അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുക. അത് തന്നെ ഒരു വക്കീലിനെ സംബന്ധിച്ചത് അതൊരു എൻജോയ്മെൻ്റ് ആണ്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതൊരു റിക്രിയേഷണൽ ടൈം വേണ്ടേ? നമ്മൾ പ്രധാന റിക്രിയേഷൻ എന്ന് പറഞ്ഞത് തന്നെയാണ്. ഓക്കെ. ഈ ഡോക്ടേഴ്സിന് IMA ഉണ്ട പോലെ തന്നെ അഡ്വക്കേറ്റ്സിന് ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടോ? ബാർ അസോസിയേഷൻസ് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ജില്ലകളിലും ബാർ അസോസിയേഷൻ ഉണ്ട്. പിന്നെ അവിടെ നേരത്തെയൊക്കെ എല്ലായിടത്തും ചീട്ടുകളി വളരെ ആക്റ്റീവ് ആയിരുന്നു, ചെസ് കളിയും ചീട്ടുകളിയും. ഇപ്പോൾ ചീട്ടുകളി പക്ഷേ വളരെ കുറച്ച് ബാർ അസോസിയേഷനിൽ മാത്രമേ ചീട്ടുകളി ഉള്ളൂ. IMA പോലത്തെ ക്ലബ്സ് ഇടയ്ക്ക് ഞങ്ങളോട് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നെ ഇവിടെ ക്ലബ്ബുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഒരു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എന്നുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന വക്കീലന്മാർ തന്നെ ആയിരിക്കും. ഇപ്പോൾ ലോട്ടസിലാണെങ്കിലും രാമവർമ്മയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് വക്കീലന്മാരായിരിക്കും, വൈകുന്നേരം കാണുന്നത്. ഈ സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞാൽ സോഷ്യൽ ലൈഫ് വളരെ ചുരുങ്ങിപ്പോകുന്നു പറയുമല്ലോ, അത് റിയാലിറ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫേമസ് ആയ ഒരു അഡ്വക്കേറ്റിന് സോഷ്യൽ ലൈഫ് എങ്ങനെയായിരിക്കും? ഒരു വക്കീൽ എത്ര ഫേമസ് ആയിട്ടുള്ള വക്കീലാണെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ ഒരാൾ മൈൻഡ് ചെയ്യില്ല, പരിചയക്കാരനെ മാറിക്കളയും, കൂടുതൽ ആൾക്കാർക്കും പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വക്കീലന്മാർക്ക് അങ്ങനെ പ്രശ്നമില്ല. സിനിമാ നടന്മാരെ പോലുള്ള പ്രശ്നം വക്കീലന്മാർക്കില്ല. നമ്മളൊരു മനുഷ്യനെ തിരിച്ചറിയില്ല. വക്കീലാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രിവിലേജ് കിട്ടുമോ? പേടിക്കുമോ ആളുകൾ? വക്കീലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ രാത്രി ചെക്കിങ് കുറവായിരിക്കും, കൈ കാണിക്കില്ല കള്ളുപിടിച്ച് പോവാണെങ്കിൽ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അല്ല, നിയമം അറിയാവുന്ന ഒരാളായോണ്ട് ചില സമയത്ത് ഗുണങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ സർക്കാർ ഓഫീസിലൊക്കെ ആണെങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ വക്കീലാണെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് ഒരു പരിധി വരെ. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാറില്ല. കഴിയുന്നതും പിന്നെ നമ്മളങ്ങനെയുള്ള സ്പേസുകളിൽ പോകാറില്ല. ഞാനിതുവരെ ഒരു സർക്കാർ ഓഫീസിലും പോയിട്ടില്ല. പോവേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണോ? അല്ല, ആരെങ്കിലും പറഞ്ഞുകൂടെ ചെയ്യാറ്. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇത്രയും നേരം പോഡ്കാസ്റ്റ് എടുക്കുന്ന സമയത്ത് ഓഫ് ദ ക്യാമറ എന്നോട് പല ടോപ്പിക്കുകളും സംസാരിച്ചു. ശരിക്കും ആ ഓഫ് ദ ക്യാമറ ആ ടോപ്പിക്കുകൾ സംസാരിക്കാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടത് ഓൺ ക്യാമറ പറഞ്ഞില്ല? ചില ഇതൊക്കെ വളരെ പ്രത്യേകിച്ച് ഭക്തി, പൊളിറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ വളരെ ആൾക്കാർ വളരെ സെൻസിറ്റീവായിട്ട് വളരെ പേഴ്സണലായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശത്രുവിനെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള വിഷയങ്ങളിൽ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പലർക്കും എതിരെ സംസാരിച്ചതാണ്. ഇപ്പം ഈ 2 മണിക്കൂർ പോഡ്കാസ്റ്റിൽ ഞാൻ സാറിനോട് ചോദിച്ചു എന്തുകൊണ്ട് സാർ ഇത് സംസാരിക്കുന്നുള്ളത്. അപ്പം അത്രയും അവർക്ക് പല ടോപ്പിക്കുകളിലും സാർ എതിരെ സംസാരിച്ചു. പക്ഷേ എന്നാൽ ചില ടോപ്പിക്കുകളിൽ സാർ ഓഫ് ദ ക്യാമറ അല്ല ഓൺ ദ ക്യാമറ സംസാരിച്ചില്ല. അല്ല, ഞാനെന്ന് പറഞ്ഞത് റിലീജിയനും പൊളിറ്റിക്സും ഞാൻ സംസാരിക്കാറില്ല. റിലീജിയൻ ഈവൻ പ്രൈവറ്റ് ആയിട്ട് പോലും സംസാരിക്കാറില്ല. ഇതാ കേസ് വന്നപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഞാൻ അത് നടത്തിയിരുന്ന വക്കീലന്മാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് വായിച്ചു തരുന്നത്. അതുകൊണ്ട് ത്രെട്ടുകൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണോ? ത്രെട്ടിൻ്റെ അങ്ങനെയൊന്നും യാതൊരു വിഷയമില്ല. ത്രെട്ട് ഉണ്ടായാലും സംഭവിക്കാൻ പോകില്ല. ത്രെട്ടിൻ്റെ അല്ല, നമ്മൾ വെറുതെ ആൾക്കാരെ ശത്രുക്കളെ കണ്ട കാര്യമില്ല. പക്ഷെ ഇത് രണ്ടും ഈ വിശ്വാസികളെ സംബന്ധിച്ചും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവരവരുടെ വിശ്വാസം വിട്ടൊന്നും അപ്പുറത്തേക്കും പോവില്ല. അവർ നമ്മൾ പറഞ്ഞ് നേരാക്കാവുന്ന ഒരു വിഷയമില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരുണ്ട്, കോൺഗ്രസ് പാർട്ടിനെക്കാട്ടും നല്ല പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് വിശ്വാസികളോടും. അതിൽ നല്ലൊരു മതം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതൊന്നും സംസാരിക്കാതിരിക്കാനാണ് ബുദ്ധി. ഞാൻ സാറിനോട് ചോദിച്ചായിരുന്നു ഈ പല ടോപ്പിക്കുകളും സംസാരിക്കുന്നതുകൊണ്ട് പേടിയുണ്ടോന്ന്. അപ്പോൾ സാറ് പറഞ്ഞു ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്.
ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഞാനിപ്പോൾ ഈ സാറുമായിട്ടുള്ളൊരു ഈ പോഡ്കാസ്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ത്രെറ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല ഒന്നുമില്ല. ഇല്ല. അല്ല, എന്നാലും എനിക്ക് പലപ്പോഴും പേടി തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഉള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇത് പലതും എനിക്കിപ്പം സാറ് പറഞ്ഞ പല കാര്യങ്ങളും വളരെ പുതുതാണ് എൻ്റെ അറിവിലേക്ക്. അതുകൊണ്ടാണ് ചോദിച്ചത്, എനിക്ക് ത്രെറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കള്ളക്കേസ് കൊടുക്കാനോ ചാൻസ് ഉണ്ടോ? അപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, സാധാരണ ആൾക്കാരോട്, ഞാൻ പറഞ്ഞ കോമൺ മാനോട് സാറിന് പറയാനുള്ളൊരു കാര്യം എന്താണ്? നിയമത്തിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നിയമത്തിൻ്റെ ആവശ്യം വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ക്രിമിനൽ വക്കീലിനടുത്ത് പോകാൻ ഇടവരാതിരിക്കട്ടെ. വളരെ നന്ദി. ഞാൻ ശരിക്കും ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നു. എനിക്ക് പലതും പുതുതാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പല കാര്യങ്ങളിലും ഞാൻ ഇപ്പോഴും ഷോക്ക്ഡാണ്. അപ്പം അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദി. പലതും തുറന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. ഓഫ് ദ ക്യാമറ പലതും പറഞ്ഞതിന് വളരെ നന്ദി. ഇതെല്ലാം ഒരു പുതിയ അറിവായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.